അയോധ്യ വിഷയം എന്ന് പറഞ്ഞാൽ അത് മുമ്പ് കഴിഞ്ഞല്ലോ, ഞങ്ങൾ അതിനെപ്പറ്റി പറഞ്ഞല്ലോ. സമസ്തകളുടെ ജമീയത്തുലമ ഞങ്ങളുടെ അഭിപ്രായം നമ്മൾ മുമ്പ് രേഖപ്പെടുത്തിയതാണ്. അയോധ്യയിൽ കേസ് ഉണ്ടാകാൻ പാടില്ലാത്ത ഉണ്ടായിപ്പോയി, നമുക്കതിൽ വേദനയുണ്ട്, ഞങ്ങളതിൽ വേദനിക്കണ്, കോടതി വിധി വന്നപ്പോഴൊക്കെ നമ്മൾ പ്രതികരിച്ചതാണ്. അയോധ്യയിൽ നിന്നപ്പോൾ ഇവിടെ പലരും പല ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുന്നു, ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. ഇതൊക്കെ നമ്മൾ ഇവിടെ ഇന്ത്യ രാജ്യമല്ലേ ഇത്. അല്ല കോൺഗ്രസിലല്ല, ആരും എവിടെ പോയാലും സമുദായത്തിൻ്റെ വികാരത്തിലൊരു പ്രശ്നമില്ല. സമുദായത്തിലെ വികാരങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കൊണ്ട് സംഘടനയുടെ മുഖപ്രസംഗത്തിൽ അല്ലെങ്കിൽ മുഖപത്രത്തിലെ മുഖപ്രസംഗത്തിൽ വന്നതിനെ പൂർണ്ണമായി തള്ളുകയാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. മുസ്ലിം ലീഗ് നിലപാട് സ്വീകരിച്ചതുപോലെ ആർക്ക് വേണമെങ്കിലും പോകാതിരിക്കാം എന്നതാണ് തങ്ങളുടെ നിലപാട്. അപ്പോഴും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസിന്റെ നിലപാട് ഇപ്പോഴും ആയിട്ടില്ല, ആശയവ്യക്തതയില്ല. അയോധ്യയിൽ പ്രധാനമന്ത്രിയുടെ വമ്പൻ റോഡ് ഷോ അടക്കം പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് BJP അടിവെച്ച് നീങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഡാമേജിനെ കോൺഗ്രസ് എങ്ങനെ കൗണ്ടർ ചെയ്യും? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ശ്രീ നാസർ ഫൈസി കൂടത്തായി, ശ്രീ N ശ്രീകുമാർ, ശ്രീ PR ശിവശങ്കർ, ശ്രീ ആനന്ദ് കൊച്ചുകൂടി എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ ശ്രീ നാസർ ഫൈസി കൂടത്തായി. ശ്രീ നാസർ ഫൈസി കൂടത്തായി, സമസ്തയുടെ മുഖപത്രത്തിൻ്റെ മുഖപ്രസംഗത്തിൽ പള്ളി പൊളിച്ചെടുത്ത് കാലുകുത്തുമോ കോൺഗ്രസ്? പിന്നെ ഒരു ആശ്ചര്യ ചിഹ്നം എന്ന് പറഞ്ഞാൽ അത് വളരെ വൈകാരികമായ തലക്കെട്ടാണ്. ആ മുഖപ്രസംഗത്തിലുടനീളം കടുത്ത ഭാഷയാണ്. കോൺഗ്രസ് ആ നിലപാട് സ്വീകരിച്ചാൽ രാഷ്ട്രീയമായി മാറ്റി ചിന്തിക്കേണ്ടി വരും തുടങ്ങിയ പൊളിറ്റിക്കൽ നിലപാട് പ്രഖ്യാപനമായിരുന്നു ആ മുഖപ്രസംഗം. എന്തുകൊണ്ടാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അതിനെ 100% നിരാകരിക്കുന്നത്? ശ്രീ നാസർ ഫൈസി കൂടത്തായി. അല്ല, മുഖപ്രസംഗത്തിലെ കണ്ടന്റിനെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പൂർണ്ണമായി നിഷേധിച്ചിട്ടില്ല. കാരണം അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ രാഷ്ട്രീയപരമായ ഒരു അജണ്ട BJP നടപ്പാക്കിയാണ്. അതുകൊണ്ട് തന്നെ അതിൽ പങ്കെടുക്കുന്നതും പങ്കെടുക്കാതിരിക്കുന്നതും രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും. സ്വാഭാവികമായി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ബാബരി മസ്ജിദ് നിലകൊണ്ടിരുന്ന സ്ഥലത്താണ് ക്ഷേത്രം നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ക്ഷേത്രമായി കൊണ്ട് അംഗീകരിക്കാൻ കഴിയില്ല എന്ന കാര്യം തീർച്ചയാണ്. പിടിച്ചെടുക്കപ്പെട്ട സ്ഥലമാണത്. ആ സ്ഥലത്ത് ക്ഷേത്രം നിർമ്മിച്ചാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതൊരു ആരാധനാ കേന്ദ്രമായി അംഗീകരിക്കാൻ പ്രയാസമാണ്. അതെന്തുമാകട്ടെ, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിൽ പങ്കെടുക്കുന്നതും പങ്കെടുക്കാതിരിക്കുന്നതും അവരുടെ രാഷ്ട്രീയ നിലപാടാണ്. നിങ്ങളുടെ മുഖപ്രസംഗം പറഞ്ഞതല്ല നാസർ ഫൈസി കൂടെ താങ്കൾ ഇപ്പോൾ പറയുന്നത് പക്വമായ രാഷ്ട്രീയമാണ്. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത് പക്വമായ രാഷ്ട്രീയമാണ്. പക്ഷേ ഇതിൽ ആലോചന തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് തന്നെ താങ്കളുടെ സമസ്തയുടെ സംഘടനയുടെ മുഖപത്രത്തിൻ്റെ മുഖപ്രസംഗത്തിൽ എന്താണ് ഒരേറെ മുന്നേറിയ എന്ന് പറഞ്ഞ മട്ടിലുള്ള ഏറെ, അത് വലിയ വൈകാരിക ഏറാണ് എറിഞ്ഞത് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അതിലേക്ക് പോവരുത് എന്ന് ഡിക്റ്റേറ്റ് ചെയ്യുകയായിരുന്നു. കോൺഗ്രസ് അതിലേക്ക് പോയാൽ രാഷ്ട്രീയമായി മാറ്റി എന്ന് പറഞ്ഞാൽ വോട്ട് CPM കുത്തേണ്ടി വരും എന്ന് പരോക്ഷമായി പറയുകയായിരുന്നു മുഖപ്രസംഗം. അപ്പോൾ അതിനെ ഇന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്നു അതിൻ്റെ മുഖപ്രസംഗം നിലപാട് സമസ്തയുടെ നിലപാടല്ല, സമസ്തയുടെ നിലപാട് പറഞ്ഞ് ഞങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അതിന് അർത്ഥം എന്താണ്? ശ്രീ നാസർ ഫൈസി കൊടുത്തായി. അല്ല, സമസ്തയുടെ പ്രസിഡന്റ് അതിൽ പോകണമെന്നും പറഞ്ഞിട്ടില്ല. അത് മുഖപ്രസംഗത്തിൽ വന്നിട്ടുള്ളത് ഒരു പത്രത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. പത്രത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് സംഘടനയുടേതല്ല എന്ന് അദ്ദേഹം കൃത്യത്തോടെ പറഞ്ഞു. എന്ന് മനസ്സിലാക്കിയ മുഖപ്രസംഗത്തിൻ്റെ ആശയത്തോട് അദ്ദേഹത്തിൻ്റെ യോജിപ്പോ വിയോജിപ്പോ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അത് ഞങ്ങളുടെ നിലപാടല്ല, രാഷ്ട്രീയപരമായ സംഘടനകളുടെ നിലപാടാണ്. BJP രാഷ്ട്രീയക്കാരാണ് ഇറക്കുന്നത്. അതിനെ എങ്ങനെ കൗണ്ടർ ചെയ്യണമെന്ന് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കൊണ്ട് അവർ ചിന്തിക്കേണ്ടതാണ്. മുഖപ്രസംഗത്തിൽ ഈ പറയുന്ന BJPയുടെ രാഷ്ട്രീയ പ്ലോട്ടിനെ കുറിച്ച് മാത്രമല്ല സാർ പറയുന്നത്, കോൺഗ്രസിനെ ഉന്നം വെക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് ഹിന്ദി ഹൃദയഭൂമിയിൽ BJP വെക്കുന്ന ട്രാപ്പ് എന്താണ് ട്രാപ്പ് എന്ന് എല്ലാവർക്കും അറിയാം. അതിൽ കോൺഗ്രസ് എടുക്കുന്ന ധർമ്മസങ്കടം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ജനാധിപത്യം അറിയുന്ന എല്ലാവർക്കും അറിയാം. എന്ന് പറഞ്ഞാൽ ആസന്നമാവുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോകുന്നില്ല എന്നൊരു തീരുമാനം പ്രഖ്യാപിച്ചാൽ BJP അതിനെ ഏതൊക്കെ രീതിയിൽ കൊണ്ടുപോകുമെന്നറിയാം. അങ്ങനെ നിലപാടെടുക്കാൻ വയ്യാതെ കോൺഗ്രസ് അവിടെ വല്ലാതെ നിൽക്കുമ്പോൾ അടിക്കുകയായിരുന്നു സമസ്ത മുഖപ്രസംഗം. ആ അടി ശരിയല്ല എന്നുകൂടി പറയുകയല്ല ഇന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. അല്ല അശ്വിനി, അവർ കൃത്യമായി പറഞ്ഞല്ലോ, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാഷ്ട്രീയ അജണ്ട അവർക്ക് നിർണ്ണയിക്കാം എന്നൊരു സമസ്തയുടെ നിലപാട്. സുപ്രഭാതം എന്ന് പറയുന്ന പത്രം സമസ്തയുടെ നിലപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കില്ല എന്ന് പറയുന്നത്. കാരണം സുപ്രഭാതത്തിൻ്റെ മുഖപ്രസംഗമല്ല സംഘടനയുടെ അടിസ്ഥാനപരമായ നിലപാട്. ഒരു പത്രത്തിന് സമകാലികമായ വിഷയത്തെ സംബന്ധിച്ചുകൊണ്ടൊരു കമൻറ്റ് നടത്തുകയും മുഖപ്രസംഗം എഴുതുകയും ചെയ്യാലോ. കഴിഞ്ഞ ദിവസം ഇടതുപക്ഷ സംഘടനയുടെ അല്ലെങ്കിൽ കേരള മുഖ്യമന്ത്രിയുടെ ഒരു യാത്രയെ സംബന്ധിച്ചുകൊണ്ട് വളരെ കണിശമായി നിഷിദ്ധ ഭാഷയിലാണ് സുപ്രഭാതം വിമർശിച്ചിട്ടുള്ളത്. അത് സംഘടന നിലപാടായിക്കൊള്ളണമെന്നുണ്ടോ? സംഘടനയുടെ നിലപാട് പത്രം പറയുന്നതല്ല, സംഘടന നിലപാട് സംഘടന പറയുന്നതാണ്.
അതുകൊണ്ടാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇത് കൃത്യതയോടെയും വ്യക്തതയോടെയും പറഞ്ഞിട്ടുള്ളത്. കോൺഗ്രസ് പോകുന്നത് പോവാതിരിക്കാൻ തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ആണ്. അത് മുസ്ലിം വികാരം വികരണപ്പെടുന്നതല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഞങ്ങളുടെ അജണ്ടയുടെ ഭാഗമല്ല. ഞങ്ങളെ ക്ഷണിച്ചാൽ ഞങ്ങൾ പോകണോ പോകണ്ടേ എന്നെ സംബന്ധിച്ചുകൊണ്ടാണ് സംഘടന തീരുമാനിക്കുന്നത്. കോൺഗ്രസിനെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് പോകുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെ സംബന്ധിച്ചുകൊണ്ടാണ് സുപ്രഭാതം എഴുതിയിട്ടുള്ളത്. അത് ആർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് അത് ക്ഷേത്രം ഉണ്ടാക്കിയത് മസ്ജിദ് തകർത്തുകൊണ്ടാണ്. അതുകൊണ്ട് മസ്ജിദ് നിലകൊണ്ടിരുന്ന വഖഫ് ഭൂമിയിലാണ് ക്ഷേത്രം നിർമ്മാണം നടന്നത് എന്നതുകൊണ്ട് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ക്ഷേത്രമായിക്കൊണ്ട് അംഗീകരിക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് സുപ്രഭാതം വളരെ ഖണ്ഡിതമായ കാര്യത്തെ സംബന്ധിച്ചുകൊണ്ട് കമന്റ് നടത്തിയത്. കോൺഗ്രസ് അവിടെ പോകുന്നത് പോകാതിരിക്കുന്നത് കോൺഗ്രസിന്റെ രാഷ്ട്രീയമാണ്. അതിനെ വിലയിരുത്താൻ സുപ്രഭാതത്തിന് അധികാരമുണ്ട് ഒരു പത്രം എന്ന നിലക്ക്. പക്ഷേ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ആ നിലപാടല്ല. കാരണം ഞങ്ങൾക്ക് അത് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമില്ല. കോൺഗ്രസിനെ നമ്മൾ വിമർശിക്കുമ്പോഴും കോൺഗ്രസിന്റെ നിലപാടുകൾ പറയുമ്പോഴും ദേശീയ രാഷ്ട്രീയത്തെ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. കാരണം ഇന്ന് സ്വാഭാവികമായി കൊണ്ടും കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ടല്ല കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്, ദേശീയ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ടാണ്. അപ്പൊ കോൺഗ്രസ് നേതൃത്വം രാഷ്ട്രീയത്തെ ഇതെല്ലാം ഒരു നാക്കിൽ പറയല്ലേ. കേരളത്തിന്റെ കോൺടെക്സ്റ്റ് അല്ല ഈ വിഷയം ചർച്ച ചെയ്യേണ്ടത്. ഈ വിഷയം ചർച്ച ചെയ്യേണ്ടത് ഉത്തരേന്ത്യൻ കോൺടെക്സ്റ്റിലാണ്. ഉത്തരേന്ത്യൻ കോൺടെക്സ്റ്റിന്റെ രാഷ്ട്രീയം ഏത് രീതിയിൽ ദൗർഭാഗ്യവശാൽ മുന്നോട്ട് പോകുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ കോൺടെക്സ്റ്റിൽ ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ കാല് കുത്തിയാൽ ഇവിടെ പണി കിട്ടും എന്ന് പറയുന്നത് എന്ത് തരം രാഷ്ട്രീയമാണ് അസ്രഫ് ഫൈസി കൊടുത്തായി? സുപ്രഭാതത്തിന്റെ നിലപാടല്ല സംഘടനയുടെ നിലപാട് എന്ന് കൃത്യമായി പറഞ്ഞാൽ പിന്നെ ഇതിനാണ് ഹാഷ്മി സുപ്രഭാതത്തിന്റെ കണ്ടന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്യേണ്ട കാര്യം? സമസ്തയുടെ നിലപാട് സമസ്തയുടെ അധ്യക്ഷൻ എന്ന് പറഞ്ഞല്ലോ. അതും എല്ലാ സംഘടനകളുടെയും യോഗത്തിന്റെ ശേഷമാണല്ലോ പറഞ്ഞത്. കോൺഗ്രസ് അവിടെ പോകുന്നതും പോകാതിരിക്കുന്നതും ഞങ്ങളുടെ അജണ്ടയല്ല. ഞങ്ങൾ അതേ സംബന്ധിച്ചുകൊണ്ട് കമന്റ് ചെയ്യുന്നില്ല. അത് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ് എന്ന് പറഞ്ഞാൽ സംഘടന നിലപാട് അതാണ്. ആ നിലപാടിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമാക്കിയ ഒരു കാര്യത്തെ സംബന്ധിച്ച് സുപ്രഭാതത്തിന്റെ മുഖപ്രസംഗത്തിൽ ഇങ്ങനെ വന്നല്ലോ എന്ന ചോദ്യം അപ്രസക്തമാണ്. ഒരു പത്രത്തിന് സമകാലിക രാഷ്ട്രീയത്തെ സംബന്ധിച്ചുകൊണ്ട് വിമർശനാത്മകമായ ലേഖനം പ്രസിദ്ധീകരിക്കുന്നത് എന്താ തടസ്സമുള്ളത്? വിമർശിക്കാനോ നിലപാടിനെ സംബന്ധിച്ചുകൊണ്ട് അവർക്ക് നിരൂപണം നടത്താമല്ലോ. ആ ഒരു വിമർശനാത്മകമായിരിക്കുന്ന ഒരു മുഖപ്രസംഗമാണ് സുപ്രഭാതം നടത്തിയിട്ടുള്ളത്. കേരളത്തിലെ നടക്കുന്ന എല്ലാ പത്രങ്ങളുടെയും എല്ലാ മീഡിയകളുടെയും എഡിറ്റോറിയൽ കോളവും എഡിറ്റോറിയൽ അതും വേറെയാണ്. മുഖപ്രസംഗം എന്ന് പറയുന്നത് ആ പത്രത്തിന്റെ നിലപാടാണ്, അല്ലെങ്കിൽ ആ പത്രത്തിന് ലോകത്തോട് പറയാനുള്ള കാര്യമാണ്. സാധാരണഗതിയിൽ ഇപ്പോൾ ദേശാഭിമാനി ആവട്ടെ, വീക്ഷണമാകട്ടെ, ജനയുഗമാകട്ടെ, അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു പാർട്ടി മുഖപത്രത്തിൽ പാർട്ടി നിലപാടിന് വിരുദ്ധമായി അജഗജാന്തരമുള്ള ഒരു മുഖപ്രസംഗം സാധാരണഗതിയിൽ വരാറുണ്ടോ? ഇല്ല. അല്ല, പത്രത്തെ സംബന്ധിച്ചിടത്തോളം സുപ്രഭാതം അതിൻ്റെ പൊതു പോളിസിയെ സ്വീകരിക്കുന്നത് സമസ്തയുടെ പക്ഷത്ത് എന്നതുകൊണ്ടല്ല, സമസ്തയ്ക്ക് വിരുദ്ധമായ സമസ്തയുടെ നിലപാടുകൾക്ക് വിരുദ്ധമായ ഒരു ലേഖനം പോലും പ്രസിദ്ധീകരിക്കില്ല. അതിനെ ദേശാഭിമാനിയോടും മറ്റു പത്രങ്ങളോടും ഉപമിക്കുന്നത് ശരിയല്ല. സമസ്ത ഒരു പൊതുവീക്ഷണത്തോടു കൂടി കാര്യങ്ങളെ അതാത് വീക്ഷണപ്രകാരം പറയുകയും രാഷ്ട്രീയപരമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്യുന്ന, വിമർശിക്കേണ്ടവയെ വിമർശിക്കുകയും ചെയ്യുന്ന ഒരു പത്രമാണ് എന്നോർത്തുകൊണ്ട് അതിൽ വരുന്ന എല്ലാ എഡിറ്റോറിയലും സംഘടനയുടെ ആധികാരികമായിരിക്കുന്ന നിലപാടല്ല. അതാണ് സുപ്രഭാതവും അതുപോലെ തന്നെ പൊതുപത്രം എന്ന നിലയിൽ അവകാശപ്പെടുന്ന എല്ലാ പത്രങ്ങളും ചെയ്യുന്ന നിലപാട്. ഇപ്പോൾ മാധ്യമത്തെ സംബന്ധിച്ചിടത്തോളം മാധ്യമത്തിൻ്റെ മാനേജ്മെന്റ് നടത്തുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. അത് ആർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണോ മാധ്യമത്തിന് എഡിറ്റോറിയൽ വരാറുള്ളത്? പൊതുവീക്ഷണവുമായി കൊണ്ട് അങ്ങനെയല്ല. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ജമാഅത്തെ ഇസ്ലാമിയുടെ എന്താണ് മാധ്യമത്തിന്റെ മുഖപ്രസംഗം താങ്കൾ കാണിച്ചു തരാമോ? അല്ലെങ്കിൽ മാധ്യമത്തിന്റെ മുഖപ്രസംഗം ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടല്ല എന്ന് അതിന്റെ നേതാവ് പറഞ്ഞ ഏതെങ്കിലും ഒരു സംഭവം കാണിച്ചു തരാമോ? കഴിഞ്ഞ ദിവസം ദേശാഭിമാൻ മാധ്യമം സത്യത സുപ്രഭാതം എഴുതിയതിനേക്കാൾ അതിരൂക്ഷമായി കോൺഗ്രസ് അവിടെ പങ്കെടുക്കുന്നതിനെ സംബന്ധിച്ചുകൊണ്ട് വിമർശിച്ചുകൊണ്ട് ലേഖനം എഴുതിയല്ലോ. ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടാണ് ആ എഡിറ്റോറിയൽ. ഞാൻ ചോദിക്കട്ടെ, ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടതാണ്, നിങ്ങളുടെ നിലപാടല്ല. അതാണ് എന്റെ ചോദ്യം. ജമാഅത്തെ ഇസ്ലാമിന്റെ നിലപാട് അല്ല ഹാഷിമി. ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് അതല്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് അതാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിന്റെ പ്രസ്താവന വരട്ടെ. ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസ് അവിടെ പങ്കെടുക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിന്റെ നിലപാട് വരാത്ത കാലത്തോളം ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടിനെ സംബന്ധിച്ച് നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് പറയട്ടെ, ഞാൻ അങ്ങനെയൊക്കെ എത്താം സാർ. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടന പറഞ്ഞിട്ടില്ല. ശരി, ഞാൻ അങ്ങനെയൊക്കെ എത്താം സാർ. ശ്രീ എൻ ശ്രീകുമാർ, ഇവിടെ നമ്മൾ തൊട്ട് നേരത്തെ ഇരുന്ന ചർച്ചയിൽ ഞാൻ താങ്കളോട് ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ താങ്കൾ പറയുന്നുണ്ടായിരുന്നു അത് എന്താണ് മുഖപ്രസംഗത്തിന്റെ നിലപാടല്ല സമസ്തയ്ക്ക് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ അത്ഭുതം കൂറി. കാര്യം അങ്ങനെ സംഘടനയ്ക്ക് മുഖപ്രസംഗത്തിനും വ്യത്യസ്ത നിലപാട് വരാൻ കഴിയുമോ എന്ന്. അത് ശരിയായിരുന്നു. അത്
സമസ്ത നിലപാട് വ്യക്തമാക്കി, ലീഗ് നിലപാട് വ്യക്തമാക്കി, എല്ലാ പാർട്ടികളും നിലപാട് വ്യക്തമാക്കി. ഇവിടെ നിലപാട് വ്യക്തമാക്കേണ്ടത് കോൺഗ്രസ് ആണ്. ദാ ഇപ്പോഴും അവിടെ കിടന്ന് കൺഫ്യൂഷനാണ്. ദാ ഇവിടെ ഇന്ന് നടന്ന യോഗത്തിൽ VM സുധീരൻ ഒന്ന് പറയുന്നു, സുധാകരൻ വേറൊന്ന് പറയുന്നു, സുധീരൻ പറയുന്നു എന്താണ് മൃദു ഹിന്ദുത്വം കൊണ്ട് BJPയുടെ ഹിന്ദുത്വത്തെ ചെറുക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. അങ്ങനെ എന്താണോ കോൺഗ്രസിനെതിരെ LDF ആരോപിക്കുന്നത് ആ ആരോപണങ്ങൾ തന്നെ സുധീരൻ ഇവിടെ യോഗത്തിനകത്ത് പറയുന്നു. ഇങ്ങനെ ഈ ആശയക്കുഴപ്പത്തിൻ്റെ പരകോടിയിൽ ഈ വിഷയത്തിൽ കോൺഗ്രസിന് എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയും? ശ്രീകുമാർ. ഹഷ്മി, കോൺഗ്രസ് എടുക്കുന്ന നിലപാട് വളരെ യുക്തിപൂർവമാണെന്നുള്ള ചിന്തയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ കോൺഗ്രസ് പോകണമോ പോകണ്ടയോ എന്നൊരു നിലപാടെടുക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നവർ, ന്യൂനപക്ഷ വിരുദ്ധമാണോ കോൺഗ്രസ്, മൃദു ഹിന്ദുത്വമാണോ കോൺഗ്രസ് എന്നൊക്കെ ചോദിക്കുന്നവർക്കൊക്കെ മറുപടി വന്നുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസം ഇന്നലെ മുസ്ലിം ലീഗ് പറഞ്ഞു, ഇന്ന് സമസ്തയുടെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞു. എന്താണെന്നറിയാമോ? ഒരൊറ്റ വരിയേ ഉള്ളൂ: സമുദായത്തിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം, തീവ്രവികാരം ഞങ്ങൾ നോക്കിക്കൊള്ളാം, ഞങ്ങളുടെ തീവ്രവികാരമൊന്നും ഇവിടെ ഇല്ല, സമുദായത്തിൻ്റെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? സമുദായത്തിൻ്റെ കാര്യം പറഞ്ഞ് കോൺഗ്രസിനെ ആരും വെട്ടിലാക്കാൻ ശ്രമിക്കണ്ട എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. അല്ലെങ്കിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയേണ്ടതായിരുന്നു കോൺഗ്രസ് അവിടെ പോകരുതെന്നല്ല പറഞ്ഞത്, കോൺഗ്രസിന് തീരുമാനിക്കാം. അപ്പോൾ കാര്യങ്ങൾ കോൺഗ്രസിനെ എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങൾ കോൺഗ്രസിനെ ഉറ്റുനോക്കുകയാണ്? ഹഷ്മി ആലോചിക്കൂ, ഇത് ന്യൂനപക്ഷത്തിൻ്റെ ആശങ്കയായിട്ട് കൊണ്ടുവന്നു. എന്തായിരുന്നു ആശങ്ക? BJP അധികാരത്തിൽ വരുന്നതിനെ തടയാൻ കോൺഗ്രസിനാകുമോ? ആകും. അത് എങ്ങനെയാകും? BJP കൊണ്ടുവരുന്ന ഒരു രാഷ്ട്രീയ അജണ്ടയെ അതേപോലെ തിരിച്ചടിക്കാൻ കോൺഗ്രസിന് കഴിയില്ല. കാരണം അത് അവരുടെ രാഷ്ട്രീയം ഒരു ജാതി രാഷ്ട്രീയം, അതുപോലെ ഹിന്ദുത്വ രാഷ്ട്രീയമൊക്കെ കൂടുതൽ അടങ്ങിയതാണ്. കോൺഗ്രസിൻ്റെ മതേതര രാഷ്ട്രീയമാണ്. ആ മതേതര രാഷ്ട്രീയം കാത്തു സൂക്ഷിക്കാൻ എന്ത് ചെയ്യണം? അതിനാ ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ പൂജയുമായി ബന്ധപ്പെട്ട ചടങ്ങിനെ ഏത് രീതിയിൽ വീക്ഷിക്കണം? ഇതൊക്കെ കോൺഗ്രസ് ചിന്തിക്കുമ്പോഴാണ് 2 ദിവസം മുമ്പുള്ള അന്തരീക്ഷമല്ല ഇന്ന് കണ്ടത്. സമുദായ സംഘടനകളെല്ലാം കോൺഗ്രസിനെ പഴി പറയുന്നില്ല, കോൺഗ്രസ് ഇവിടെ പോകരുതെന്നല്ല പറയുന്നത്. BJPയുടെ രാഷ്ട്രീയ അജണ്ടയെ പൊളിക്കാനുള്ള തന്ത്രങ്ങൾക്ക് രൂപം കൊടുക്കാൻ കോൺഗ്രസിനെ അവർ അങ്ങനെ സമ്മർദ്ദമുക്തമാകുന്നുവെങ്കിൽ കോൺഗ്രസ് ഒരു നിലപാട് പ്രഖ്യാപിക്കലല്ലേ? അത് ഇതൊരു സെൻസിറ്റീവ് വിഷയമാണ്. ഇത് നിലപാട് പ്രഖ്യാപിക്കാത്ത സമയത്ത് തന്നെ V മുരളീധരൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഇഫ്താറിന് പോകും, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ പരിപാടിയിലേക്ക് പോയിക്കൂടാ, നിങ്ങൾക്ക് ലീഗ് ലയിച്ചുകൂടെ എന്നൊക്കെ നിലപാട് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ചോദ്യം വരുമ്പോൾ, കൂടുതൽ ചോദ്യങ്ങൾ ദേശീയ തലത്തിൽ അടക്കം ഉയർന്നു വരുമ്പോൾ കോൺഗ്രസ് അതിന് നിലപാട് പ്രഖ്യാപിച്ചുകൂടെ ധൈര്യത്തോടെ? ഒന്നുകിൽ ഞങ്ങൾ പോകും, ഇല്ലെങ്കിൽ ഞങ്ങൾ പോവില്ല എന്ന് പ്രഖ്യാപിച്ചുകൂടെ ശ്രീകുമാർ? നമ്മൾ ഇത് പറയുമ്പോൾ വേറൊരു കാര്യം ആലോചിക്കണം. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോഴും പറയാറുണ്ട്, അവർക്ക് പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല. കാരണം ഒരു ദേശീയ പാർട്ടിയാണ്. ഒരുപാട് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഘടകം ഉത്തരേന്ത്യൻ രാഷ്ട്രീയം വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തെ കൊണ്ടുപോകാൻ BJP എന്ന ഭരണവർഗ സംഘടന ശ്രമിക്കുമ്പോൾ അതിനെ എങ്ങനെ നേരിടണമെന്ന് ആലോചിക്കണമെങ്കിൽ കുറച്ച് സമയം വേണം ഹഷ്മി. 2 ദിവസം മുമ്പ് കോൺഗ്രസ് ഒരു വെട്ടൊന്ന് മുറിരണ്ട് എന്നുള്ള നിലപാടും പറഞ്ഞിരുന്നെങ്കിൽ ഇന്നത്തെ രാഷ്ട്രീയ അന്തരീക്ഷമാകുമായിരുന്നോ? വളരെ പക്വതയോടെ അഭിപ്രായങ്ങൾ പറഞ്ഞ മുസ്ലിം ന്യൂനപക്ഷ നേതാക്കളെ ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്ക്, കോൺഗ്രസ് പക്ഷപാതിയായ ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ പ്രശംസിക്കുകയാണ്. സുപ്രഭാതം എന്ന പത്രത്തിൻ്റെ എഡിറ്റോറിയൽ എഴുതിയപ്പോൾ ആ എഡിറ്റോറിയൽ വൈകാരികത മൂലമുണ്ടായതാണെന്നും സമസ്തയുടെ പണ്ഡിത സദസ്സ് തീരുമാനമെടുത്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ മാധ്യമങ്ങൾ പരിഹസിച്ചത് സമസ്തത ചോദിക്കുന്നു, സമസ്ത കണ്ണുരുട്ടുന്നു എന്നൊക്കെയല്ലേ? സമസ്ത ഇപ്പോഴത്തെ നിലപാടെന്താ പറഞ്ഞത്? അത് കോൺഗ്രസിനെ സ്നേഹിക്കുന്നവരുടെ ന്യൂനപക്ഷത്തിൻ്റെ ഒരു താല്പര്യത്തിൻ്റെ ഭാഗമാണത്. അതാണ് ഞാൻ പറഞ്ഞത്. അവിടെയാണ് കോൺഗ്രസിൻ്റെ നിലപാടിനെ ന്യൂനപക്ഷം അംഗീകരിക്കുന്നത്. പിന്നെ ഹഷ്മി ചോദിച്ച കാര്യം, കോൺഗ്രസിലെ നേതാക്കളുടെ ഈ മൃദു ഹിന്ദുത്വം എന്നുള്ള ഒരു വിശേഷണം ഒരിടത്തുമില്ല ഹഷ്മി. ഞാൻ എപ്പോഴും അതിനെ എതിർക്കുന്നതാണ്. കാരണം മൃദു ഹിന്ദുത്വമല്ല, ശരാശരി ഹിന്ദുവാണ് ഒരു കോൺഗ്രസ്സുകാരൻ. സുധീരൻ പറയുകയാണ് കയ്യോടെ നിരാകരിക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ മൃദു ഹിന്ദുത്വത്തെ കൊണ്ട് ഈ പറയുന്ന BJPയുടെ ഹാർഡ് കോർ ഹിന്ദുത്വത്തെ നമുക്ക് ചെറുക്കാൻ കഴിയില്ല എന്ന് സുധീരൻ പറയുമ്പോൾ കോൺഗ്രസിന്റെ നിലപാട് ഈ പറഞ്ഞ മൃദു ഹിന്ദുത്വമാണ് എന്ന് പറയുകയല്ല. അല്ലാതെ CPM പ്രതി പറയുന്നതല്ല, അത് സുധീരൻ തന്നെ പറയുന്നതാണ്. അല്ല, ഞാൻ പറഞ്ഞ കോൺഗ്രസ് നേതാക്കളെ 2-3 ദിവസമായി ഇന്നത്തെ കോൺഗ്രസിൻ്റെ നേതാക്കളുടെ പ്രസ്താവനയൊന്നും പുറത്ത് പരസ്യ പ്രസ്താവനയല്ല. അത് നിങ്ങൾക്ക് കിട്ടിയത് ശരിയായിരിക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പരസ്യ പ്രസ്താവന നടത്തി കോൺഗ്രസിൽ അസ്വസ്ഥത ഉണ്ടാക്കരുത് എന്ന് AICC നിർദ്ദേശിച്ചപ്പോൾ ആരും പരസ്യ പ്രസ്താവന നടത്തിയിട്ടില്ല. പാർട്ടിക്കുള്ളിൽ എന്തും പറയാം. പക്ഷെ ഞാൻ പറയുന്നത് പുറമേയുള്ളവർ CPM പറഞ്ഞ എന്താണ്? കോൺഗ്രസ് മൃദു ഹിന്ദുത്വം.
അതല്ല, കോൺഗ്രസ്സുകാരൻ ശരാശരി ഹിന്ദുവാണ്. അത് കോൺഗ്രസ് നേതൃത്വത്തിന് കാണാതിരിക്കാൻ പറ്റില്ല. മതേതരത്വമാണ് കോൺഗ്രസിൻ്റെ ചിന്താഗതി. അങ്ങനെ മതേതരത്വ ചിന്താഗതിയെ പറ്റി പറയുമ്പോഴാണ് നമ്മൾ ഞാൻ എത്താം ശ്രീകുമാർ. ശ്രീ പി ആർ ശിവശങ്കർ, ഇവിടെ ഇന്നിപ്പോൾ അയോധ്യയിൽ മോഡിയുടെ വലിയ റോഡ് ഷോ ഉണ്ടാവുന്നു. ഇപ്പോൾ ഒരു ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ റോഡ് ഷോ എന്തിനാണ് എന്നൊരു ചോദ്യമുണ്ട്. പിന്നെ അതിനുശേഷം നിങ്ങൾ അവിടെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പ്രധാനമന്ത്രി ഒരു പ്രധാന കഥാപാത്രമായി മാറുന്നു, ഒരു പ്രധാന ശ്രദ്ധാകേന്ദ്രമായി മാറാൻ പോകുന്നു. അതിനുശേഷം ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ ലോക്സഭാ മണ്ഡലങ്ങളിലെയും 5000 വിശ്വാസികളെ അങ്ങോട്ട് കൊണ്ടുപോയി BJPയുടെ ചെലവിൽ അവിടെ കൊണ്ടുപോയി പൂജ നടത്തി തിരിച്ചു കൊണ്ടുവന്ന് ഇതിൻ്റെ എന്താണ് നാൾ വഴികൾ പറഞ്ഞു കൊടുക്കാൻ പോകുന്നു. നിങ്ങൾക്കിത് രാഷ്ട്രീയമാണെന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയം കാണിച്ചുകൂടെ ശ്രീ പി ആർ ശിവശങ്കർ? ലക്ഷ്മി, ഇത് BJPയുടെ 1986 പാലൻപൂർ പ്രമേയത്തിൽ ഞങ്ങൾ ആവശ്യപ്പെട്ട കാര്യമാണ്. ഇത് ഇന്നലെ ഞങ്ങൾ തുടങ്ങിയതല്ല, ഞങ്ങൾ തുറന്നു മുന്നോട്ട് വെച്ചിട്ടുള്ള ഞങ്ങളുടെ പ്രചരണമാണ്. പക്ഷേ ഇത് ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. ഇതൊരു എന്താ പറയുക, ദേശീയ പ്രശ്നമാണ്. ശ്രീരാമൻ എന്നുള്ളത് ഇന്ത്യൻ ദേശീയതയുടെ പ്രതീകമാണ്. ഇതാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയം. ഇതിൽ BJP പ്രവർത്തകർക്കോ നേതാക്കൾക്കോ യാതൊരു സംശയവുമില്ല. കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം പോലെ ഞങ്ങൾ വളരെ വർഷങ്ങളായി മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആദർശം അല്ലെങ്കിൽ രാഷ്ട്രീയം, അതല്ലെങ്കിൽ അത് ദേശീയതയുടെ ഭാഗമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളത് മുന്നോട്ട് നടത്തുന്നു. ആ നഗരത്തിൻ്റെ, ആ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന്, ഒരുപക്ഷെ ഈ രാജ്യത്തിൻ്റെ തന്നെ ഒരു തീർത്ഥാടന വികസനത്തിൻ്റെ ഒരു സൂചികയായിട്ട് ഈ അയോധ്യ മാറുന്നു. അതിൽ ധാരാളം ഇൻവെസ്റ്റ്മെൻറ്റ്, സ്റ്റേറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും ആ നാട്ടിലെ ജനങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റും നടക്കുന്നു. അതിന് നരേന്ദ്രമോദി പോകുന്നു. അദ്ദേഹം എവിടെ പോയാലും അദ്ദേഹമാണ് അവിടുത്തെ സ്റ്റാർ. അതിപ്പം ഇപ്പം വിദേശത്ത് അദ്ദേഹം ഒരു ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്. ഒരു ബഹ്റിൻ ഗവൺമെൻറ് വിളിച്ചിട്ട് ഹി ബിക്കം ദ ടോക്ക് ഓഫ് ദ പോയിന്റ്, അല്ലെങ്കിൽ അദ്ദേഹം ആയിരിക്കും അവിടുത്തെ ഒരു ചർച്ചാ വിഷയം. അത് അദ്ദേഹത്തിൻ്റെ കഴിവാണ്, അദ്ദേഹത്തിൻ്റെ ഇതാണ്. എനിക്ക് വിഷമമുള്ളത് സത്യത്തിൽ, നോക്കൂ, ഒരു രാഷ്ട്രീയ പാർട്ടി, ദ ഗ്രാൻഡ് ഓൾഡ് പൊളിറ്റിക്കൽ പാർട്ടി, അവർക്കൊരു തീരുമാനമെടുക്കുന്നതിൽ ഇത്രയേറെ ഒരു ചഞ്ചലത എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഇപ്പോൾ രാമജന്മഭൂമി പ്രശ്നം, ശ്രീകുമാർ പറയുന്നത് പോലെ അതൊരു അവിചാരിതമായ സംഭവമല്ലല്ലോ. എത്രയോ നാളുകളായിട്ട് രാഷ്ട്രീയമായി, അല്ലെങ്കിൽ ഇന്ത്യയിലെ രാഷ്ട്രീയക്കാർക്കും സാധാരണ പ്രവർത്തകർക്കും അറിയാം, അവിടെ ഇങ്ങനെ ഉദ്ഘാടനം നടക്കുവാൻ പോകുന്നു, പ്രാണപ്രതിഷ്ഠ നടക്കാൻ പോകുന്നു, അതിനു മുമ്പ് ശിലാന്യാസം നടത്തി, ഇത്തരത്തിൽ ജനങ്ങൾക്കറിയാവുന്നൊരു വിഷയം. ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ്സിന് നേരത്തെ ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്തത്? രാഷ്ട്രീയമായിട്ടല്ലെങ്കിൽ തന്നെ ഒരു സംഘടനാപരമായി തീരുമാനം എടുക്കാൻ പറ്റാത്തത്. അവിടെയാണ് എനിക്ക് കൂടുതൽ വിഷമമുള്ളത്. സംശയാത്മാ വിനശ്യതി എന്ന് ഗീതയിലൊരു ശ്ലോകമുണ്ട്. സംശയമുള്ളവൻ, അതല്ലെങ്കിൽ ജ്ഞാനമില്ലാത്തവൻ, ശ്രദ്ധയില്ലാത്തവൻ, ഇത്തരത്തിൽ വിഷയങ്ങളെക്കുറിച്ച് തീരുമാനമെടുക്കാൻ കഴിയാത്തവൻ നശിക്കുമെന്ന് തന്നെയാണ് ഭഗവത്ഗീത പറയുന്നത്. അത് മോഡേൺ ഫിലോസഫിയിലും ദ പേഴ്സൺ കു നോട്ട് ഏബിൾ ടു ടേക്ക് ദ ഡിസിഷൻ, ഹി വിൽ ഡെഫിനറ്റ്ലി എ ഫെയിലിയർ. ദ ഇമ്മീഡിയറ്റ് ഡിസിഷൻ, അതാണല്ലോ ഇപ്പോഴത്തെ MBA പുതിയ ടോക്കിംഗ് പോയിന്റ്. The leader should take the decision immediately. The split of a second decision. ഇത് പറ്റുന്നില്ല കോൺഗ്രസ്സിന്. എത്രയോ വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരു പാർട്ടി. അപ്പോൾ ഇത് അപകടങ്ങളെ പോട്ടെ, കാലേ കൂട്ടി അറിയാവുന്ന അവസരങ്ങളെ അല്ലെങ്കിൽ സംഭവങ്ങളെ അവയെപ്പോലും അനുകൂലമാക്കാൻ പോയിട്ട് അതേക്കുറിച്ചൊരു തീരുമാനമെടുക്കുവാൻ, കാലേ കൂട്ടി പരിക്കുകളില്ലാതെ യുക്തിഭദ്രമായ ഒരു തീരുമാനമെടുക്കുവാൻ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് കഴിയുന്നില്ല എങ്കിൽ ആ കോൺഗ്രസിൻ്റെ നേതൃത്വത്തെ എങ്ങനെയായിരിക്കും ഒരു ജനത, അല്ലെങ്കിൽ അവരെ വിശ്വസിക്കുന്നവരെ, അവരെ പിന്തുണയ്ക്കുന്നവർ ഒരു രാഷ്ട്രീയ ഭരണം ഏൽപ്പിക്കുന്ന അവർ ചിന്തിച്ചാൽ അവരെ തെറ്റു പറയാൻ പറ്റുമോ? അപ്പോൾ കാലേക്കൂട്ടി സ്വന്തം രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ തീരുമാനങ്ങളെ പക്വതയോടെ ആലോചിക്കുവാനും അതിനുള്ള തീരുമാനമെടുക്കുവാൻ പോലും കഴിവില്ലാത്ത ഒരു പാരസൈറ്റ് പൊളിറ്റിക്കൽ പാർട്ടിയുടെ ലീഡർഷിപ്പായി പോയി നിർഭാഗ്യവശാൽ ഈ പാർട്ടിയിലുള്ളത് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ പാർട്ടിക്ക് അത്തരത്തിലുള്ള ചിന്താപദ്ധതിയില്ല, കരുത്തരായ നേതാക്കളില്ല, ഈ സംഭവങ്ങളെ തങ്ങൾക്ക് അനുകൂലമാക്കുവാൻ കഴിവുള്ള ലീഡർഷിപ്പില്ല, അത്തരം സംഭവങ്ങൾ വരുവാൻ പോകുന്നു എന്ന് കണക്കാക്കാൻ പോലുള്ള ലീഡർഷിപ്പ് പോലുമില്ല എന്ന ഗതികേടിലേക്ക് കോൺഗ്രസ് വന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമായ മരണത്തെയാണ് കാണിക്കുന്നത്.
കോൺഗ്രസിന് മുന്നോട്ട് വയ്ക്കാൻ ആശയങ്ങളില്ല, പ്രശ്നങ്ങളെ കാണുമ്പോൾ അവർ തകർന്നു പോകുന്നു. എന്നിട്ട് ഇത്തരത്തിലുള്ള സ്പ്ലിൻഡർ ഗ്രൂപ്പിൻ്റെ ഡിസിഷന് വേണ്ടി കാത്തു നിൽക്കുന്നു. എന്നിട്ട് അവർ മുഖപത്രത്തിൽ, സുപ്രഭാതം പോലുള്ള പത്രത്തിൻ്റെ മുഖപത്രത്തിൽ എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് എന്താണ് പറയുന്നത്, ഈ രാഷ്ട്രം ഭരിച്ചിരുന്ന, എത്രയും നാൾ ഭരിച്ചിരുന്ന കോൺഗ്രസ് ഇന്ന് കേവലം മുസ്ലിം ലീഗിൻ്റെയും അതുപോലെ സമസ്തയുടെയും തീരുമാനങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഗതികേടിലെത്തി അവരുടെ ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയാൻ എന്നതിനേക്കാൾ ഗതികേട് ആ പാർട്ടിക്ക് എന്താ ഉള്ളത്? ആ നേതാക്കളുടെ കഴിവുകളുടെ വിശ്വാസ്യത ജനങ്ങളോട് അവർക്ക് പറയാനും ആ പറഞ്ഞത്. ഞാൻ താമസിപ്പിക്കുക ശ്യാനന്ദ് കൊച്ചുകൂടി, ഇവിടെ ഈ പറയും മട്ടിൽ ബാബറി മസ്ജിദ് അല്ലെങ്കിൽ അയോധ്യയിലെ രാമക്ഷേത്രം ഒരു സുപ്രീം കോടതി വിധിക്ക് ശേഷം സ്വാഭാവികം ഉണ്ടായി വന്നതല്ല. അതിന് പിന്നോട്ട് കുറേ അധികം ചരിത്രമുണ്ട്. 49-ലെ ചരിത്രം മുതൽ 82-ലെ ചരിത്രം മുതൽ 92-ലെ ചരിത്രം മുതൽ ഇങ്ങോട്ടൊക്കെ കുറേ അധികമുണ്ട്. കുറേ ചോരപ്പുഴ ഒഴുകിയ ഒരു ചരിത്രം അതിനുണ്ട്. ഇതൊക്കെ ഉള്ളതാണെങ്കിലും അത് ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ മസ്തകത്തിലേറ്റ ആഴത്തിലെ മുറിവാണ്. അത് ചോരയൊലിച്ച്, ഒരുപാട് നാൾ ചോരയൊലിച്ച മുറിവാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും സുപ്രീം കോടതി വിധിയിൽ കൂടി വന്ന ഒരു ക്ഷേത്രം മാത്രമല്ല, അതുകൊണ്ട് ഞങ്ങൾ ആ അതിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാനില്ല എന്ന് നിലപാടെടുക്കാൻ കഴിയുന്ന ഒരവസ്ഥ തൽക്കാലം ഉത്തരേന്ത്യൻ പൊളിറ്റിക്സിൽ ഒരു ഐഡിയൽ നിലപാടെടുക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ കോൺഗ്രസിനുണ്ടോ? ശ്രീ ആനന്ദ് കൊച്ചുകൂടി. അല്ല ഹാഷ്മി, ഈ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് ഇതൊരു അസ്തിത്വ പ്രശ്നമായിട്ടാണ് ഞാൻ കാണുന്നത്. കോൺഗ്രസ് എന്ന പാർട്ടി എന്തിനാണ് സ്ഥിതി ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് കോൺഗ്രസിൻ്റെ പ്രത്യയശാസ്ത്രം, അതിൻ്റെ കോർ ഐഡിയോളജി എന്താണ്? ഈ BJPയും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഞാനിത് പറയുമ്പോൾ ഇവിടെ കേരളത്തിലെ CPMകാർ പറയുന്നത് പോലെയുള്ള ഒരു ചോദ്യമല്ല ഞാൻ ഉന്നയിക്കുന്നത്. ഇവിടെ കോൺഗ്രസ്സിന് അയോധ്യയിലെ ഈ രാമക്ഷേത്രം അത് എങ്ങനെ ഉണ്ടായി എന്ന് ഹാഷ്മി തന്നെ ചെറിയ രീതിയിൽ പറഞ്ഞു. അതിൻ്റെ ചരിത്രം പറയാൻ നമുക്ക് സമയമില്ല, പക്ഷേ എല്ലാവർക്കും ഇപ്പോൾ അറിയാവുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ ചരിത്രം എന്താണ്. ഇത് എങ്ങനെയാണ് ഒരു പള്ളി പൊളിച്ചിട്ടാണ് അവിടെ ക്ഷേത്രം വന്നത്. അത് കോടതി വിധിയുടെ ഒരു മറവിൽ അല്ലെങ്കിൽ അതിൻ്റെ ബലത്തിലാണ് ഈ ക്ഷേത്രം വരുന്നു എന്ന് പറയുന്നതെങ്കിലും അതിൻ്റെ പിന്നിലുള്ള ചരിത്രം എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ കോൺഗ്രസ് ആ വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാട് എന്താണ് എന്നതാണ് ഇപ്പോൾ ചോദ്യചിഹ്നമായി ഉയരുന്നത്. ഇത്രയും കൊല്ലം കഴിഞ്ഞു, എന്നിട്ടും കോൺഗ്രസിന് ഈ കാര്യത്തിൽ ഒരു നിലപാട് ഉരുത്തിരിഞ്ഞു വന്നിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പോൾ മറ്റു വിഷയങ്ങളിൽ, ഉദാഹരണത്തിന് പലസ്തീൻ വിഷയത്തിൽ വർക്കിംഗ് കമ്മിറ്റി കൂടി പെട്ടെന്ന് നിലപാടെടുക്കുന്നു. ഇത് ഇവിടെ ഇപ്പോൾ ശ്രീ ശിവശങ്കർ ഉന്നയിച്ച ആക്ഷേപങ്ങളെല്ലാം ശരിയാണ് എന്ന് പറയേണ്ടി വരും. കാരണം കോൺഗ്രസിന് ഇപ്പോൾ ഹാംലെറ്റിന്റെ പോലെ ടു ബി ഓർ നോട്ട് ടു ബി എന്ന് പറയുന്നത് പോലെ തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല. ഇൻഡിസൈസീവായിട്ട് ഒരു അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. ഇവിടെ ചില പാർട്ടികൾ, കേരളത്തിലെ ചില പാർട്ടികൾ അല്ലെങ്കിൽ മറ്റു ചില പാർട്ടികളുടെയൊക്കെ നേതാക്കളുടെ ചില ഇതുപോലെയുള്ള പ്രസ്താവനകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. സോണിയാഗാന്ധി പങ്കെടുക്കുമോ, മല്ലികാർജുൻ ഖാർഗെ പങ്കെടുക്കുമോ, അല്ലെങ്കിൽ പാർട്ടിക്ക് ഒരു തീരുമാനം പറഞ്ഞിട്ട് വ്യക്തിഗതമായിട്ട് ആർക്കെങ്കിലും പങ്കെടുക്കാം എങ്കിൽ അങ്ങനെയെങ്കിലും ഒരു തീരുമാനം പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കോൺഗ്രസ് വരുമ്പോൾ അതിൻ്റെ അർത്ഥം കോൺഗ്രസ് ഇപ്പോൾ തന്നെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടിരിക്കുന്നു. കോൺഗ്രസിന് ഒരു കൗണ്ടർ ഇല്ല. അതായത് BJPയും കോൺഗ്രസും തമ്മിൽ അന്തരം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അയോധ്യ ശരിയാണ്. ഈ അയോധ്യ ഒരു സമയത്ത് രാജ്യത്തിന്റെ മതേതര പ്രശ്നം, അന്ന് ജോൺ ബ്രിട്ടാസ് പോയൊക്കെ എഴുതുപോലെ മതേതരത്തിന് ചരമഗീതം എന്നൊക്കെ കണ്ടു. അതിനുശേഷം വർഷം കുറേ കഴിഞ്ഞു പോയി. അതിൻ്റെ ഇപ്പോൾ ടൈം ഹീൽ എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ ശ്രീ ആനന്ദ് കൊച്ചുകൂടി. ഇപ്പോൾ അന്ന് സുപ്രീം കോടതി വിധി ഉണ്ടായി. സുപ്രീം കോടതി വിധിയിൽ ഈ പറയുന്ന വിഗ്രഹം സ്വയംഭൂവല്ല എന്നതടക്കം ഉണ്ടായ ഇൻജസ്റ്റിസ് ഓരോന്നോരോന്ന് എണ്ണി സുപ്രീം കോടതി വിധിയിൽ പറയുന്നുണ്ട്. എന്നിട്ടാണ് ആ വിധിയിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിനുശേഷം രാജ്യത്തെ മുസ്ലിം സംഘടനകളൊക്കെ പ്രതികരിച്ചത് ആ വിധി അംഗീകരിക്കില്ല എന്നാണോ? അങ്ങനെയല്ല, ഞങ്ങൾക്ക് സങ്കടമുണ്ട്, പക്ഷേ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നല്ലേ രാജ്യത്തെ പ്രമുഖ മുസ്ലിം സംഘടനകളൊക്കെ അന്ന് ഈ പറഞ്ഞ അൻസാരിയുടെ മകൻ പോലും അന്നത്തെ പ്രതികരണം അതാണ്. ഹർജിക്കാൻ അൻസാരിയുടെ മകൻ പോലും അന്നത്തെ പ്രതികരണം അങ്ങനെയാണല്ലോ ശ്രീ ആനന്ദ് കൊച്ചുകൂടി. അപ്പോൾ അക്കാലത്തൊക്കെ ഉണ്ടായിരുന്ന അയോധ്യ സെൻസിറ്റിവിറ്റിയിൽ അതേപോലെ തന്നെ ഇപ്പോൾ കോൺഗ്രസ് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ വോട്ട് മൊത്തം CPMലേക്ക് പോകും എന്നൊക്കെ കരുതൽ കുറച്ച് കടന്ന കൈയായി പോകില്ലേ ശ്രീ ആനന്ദ് കൊച്ചുകൂടി? കാലം കുറേ മാറിയില്ലേ? അല്ല, ഞാനിത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് പോകുമോ കിട്ടുമോ എന്നുള്ള കാര്യത്തിലേക്കല്ല വരുന്നത്. ഒരു പാർട്ടിക്ക് അല്ല, ഒരു പാർട്ടിക്കൊരു ശരി, പക്ഷെ ഒരു പാർട്ടിക്കൊരു നിലപാടുണ്ടാകേണ്ടേ? കോൺഗ്രസിന് ഈ കാര്യത്തിൽ ഒരു നിലപാടുണ്ടാകേണ്ടേ? ശരിയാണ്, കാലം കുറെ കടന്നുപോയി, സുപ്രീം കോടതി വിധി വന്നു. സുപ്രീം കോടതി വിധി ആർക്കും എതിർക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എങ്കിലും കോൺഗ്രസിന്റെ നിലപാട് കോൺഗ്രസിന് ഉയർത്തിപ്പിടിക്കാമല്ലോ. അവിടെ ഇപ്പോൾ ഈ പള്ളിയുടെ മുകളിൽ കെട്ടിയിരിക്കുന്ന അയോധ്യ ക്ഷേത്രത്തിൽ
ഉള്ള രാമൻ അത് മഹാത്മാഗാന്ധിയുടെ രാമനാണോ? ഞാൻ പറയും അല്ല എന്ന്. അവിടെ അയോധ്യയിലെ ശ്രീരാമചന്ദ്രൻ ഈ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയുടെ പാരമ്പര്യമുള്ള ശ്രീരാമചന്ദ്രനാണോ? അല്ല. അവിടെ ഈ എന്താണ് തന്റെ പിതാവിന് കൊടുത്ത ഒരു വാക്കിന്റെ പേരിൽ തന്റെ യൗവനം മുതൽ മുഴുവൻ ഹോമിച്ച ശ്രീരാമചന്ദ്രൻ എന്ന ആ സ്നേഹത്തിന്റെ പ്രതിപുരുഷനായ മര്യാദ പുരുഷോത്തമനായ ശ്രീരാമൻ കുടികൊള്ളുന്ന ഒരു ക്ഷേത്രമാണോ അത് എന്ന് ചോദിച്ചാൽ അല്ല. ഇത് ഈ പറഞ്ഞ കാര്യം കോൺഗ്രസിന് നമ്മുടെ ഇന്ത്യയുടെ മുക്കും മൂലയിലും ചെന്ന് പ്രചരിപ്പിച്ച് ഈ കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാട് ശരിയാണ്, കേരളത്തിൽ ഉൾപ്പെടെ ശരിയാണെന്ന് സ്ഥാപിക്കാൻ പറ്റാത്തിടത്തോളം കാലം കോൺഗ്രസ് ഇപ്പോൾ തന്നെ ബാക്ക് ഫുട്ടിലാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് കോൺഗ്രസ് ഇപ്പോൾ തന്നെ പരാജയം അവർ ഇപ്പോൾ തന്നെ അത് ഏറ്റുവാങ്ങിയിരിക്കുന്നു. അവരിപ്പോൾ തന്നെ ഡിഫൻസിൽ പോയിരിക്കുന്നു. മോദി ഫ്രണ്ട് ഫുട്ടിൽ കളിക്കുകയാണ്. അപ്പോൾ അവിടെ കോൺഗ്രസ് അവിടെയില്ല ഇവിടെയില്ല തീരുമാനമില്ലാത്ത രീതിയിൽ ഇങ്ങനെ ഒരു നിലപാട് പോലും പറയാൻ പറ്റാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. ഇന്ന് VM സുധീരനെ പോലെയുള്ള ആൾക്കാർ അദ്ദേഹത്തിന് കോൺഗ്രസിന്റെ ഈ CPM പറയുന്ന പദാവലി ടെർമിനോളജിയൊക്കെ ഉപയോഗിച്ച് മൃദു ഹിന്ദുത്വം എന്ന് പറയുന്നു. ഈ ശശി തരൂരിനെ പോലെയുള്ള ആൾക്കാർ എങ്കിലും പറയുന്നത് കേട്ടിരുന്നെങ്കിൽ കോൺഗ്രസ് ഈ അവസ്ഥയിൽ എത്തുമായിരുന്നില്ല. അദ്ദേഹം ഇതിന് 10 വർഷം മുമ്പേ 2014 അദ്ദേഹത്തിന്റെ വൈ ഐ ആം എ ഹിന്ദു എന്ന പുസ്തകത്തിൽ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് കോൺഗ്രസിന്റെയും BJPയുടെയും ഈ പ്രത്യയശാസ്ത്രങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ആ പ്രത്യയശാസ്ത്രം തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ പറയേണ്ട അവസരമാണ് കോൺഗ്രസിന്. ഇപ്പോൾ അത് പറയാൻ പറ്റാതെ വരുന്നത് കോൺഗ്രസിന്റെ അപജയമാണ്. ഈ നമ്മളെ അപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ നിലപാട് ഒന്നേ ഉണ്ടാകാവുള്ളൂ. അത് ഇവിടുത്തെ സമസ്തയ്ക്ക് വേണ്ടിയോ മുസ്ലിം ലീഗിന് വേണ്ടിയോ ഇവിടുത്തെ ഏതെങ്കിലും CPMകാർക്ക് വേണ്ടിയോ അല്ല. പക്ഷേ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ നിലനിൽപ്പിന്റെ ഒരു വിഷയമായിട്ടാണ് ഞാൻ ഇതിനെ ചരിത്രത്തിന്റെ ചില എന്താണ് ദശാസന്ധികളിലെങ്കിലും ഉറപ്പോടെ നിലപാട് പറയാൻ കഴിയണം ഏതെങ്കിലും പറയും. ശരിയാണ് താങ്കൾ പറയുന്നത്. ശ്രീ നാസർ ഫൈസി കൂടാതെ ഇപ്പോൾ രാമക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ അയോധ്യയിലേക്ക് കോൺഗ്രസ് നേതാക്കൾ പോകുന്നു എന്ന് കരുതുക. മിക്കവാറും പോവാതെ മറ്റൊരു ഓപ്ഷൻ കോൺഗ്രസിന് മുന്നിലുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അങ്ങനെ കോൺഗ്രസ് പോവുകയാണെങ്കിൽ കോൺഗ്രസ് ഹിന്ദുത്വത്തെ പുൽകുന്നു എന്നും കരുതാൻ കഴിയുമോ ശ്രീ നാസർ ഫൈസി കൂടത്തായി? അതോ അതിനെ മനസ്സിലാക്കേണ്ടത് ഒരു സ്ട്രാറ്റജിക് നിലപാട് എന്നുള്ള നിലയ്ക്കാണോ? അല്ല, സമസ്തയുടെ നേതൃത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞു. കോൺഗ്രസ് അവിടെ പോകുന്നത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ച് വിലയിരുത്താനുള്ള പക്വത കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. ഞങ്ങൾ ക്രൈസിസിലേക്കാക്കാൻ ഞങ്ങളുടെ നിലപാട് കൊണ്ട് കോൺഗ്രസിന് പ്രതിസന്ധിയിലാക്കാൻ ഞങ്ങളില്ല. കാരണം കേരളത്തിൽ കൊണ്ട് ചിന്തിക്കുന്നവർക്കും തമിഴ്നാട് കർണാടക സ്റ്റേറ്റ് കൊണ്ട് ചിന്തിക്കുന്നവർക്കുമല്ല ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തെ വിലയിരുത്താൻ സാധിക്കുക. കോൺഗ്രസിന് പക്വമായിരിക്കുന്ന നേതൃത്വമുണ്ട്. അത് സുചിന്തിതമായിരിക്കുന്ന കാര്യങ്ങൾ വിലയിരുത്തണം. കാരണം ഇവിടെ മനസ്സിലാക്കേണ്ടത് BJP ഹിന്ദു കാർഡ് ഇറക്കുമ്പോൾ ആ ഹിന്ദു കാർഡ് ഇറക്കുന്നതിൻ്റെ സ്ഥിതിവിശേഷമാണ് ഇന്ന് നടന്നുകൊടുക്കുന്ന ചർച്ച. CPMനെയും കോൺഗ്രസിനെയും രണ്ട് തട്ടിലാക്കി ഇതിനെ പരസ്പരം അങ്ങും ഏറ്റുമുട്ടിച്ച് ഇന്ത്യ മുന്നണിയെ ഭിന്നിപ്പിക്കുക എന്നത് BJPയുടെ അജണ്ടയാണ്. ആ അജണ്ട ആ ചൂണ്ടയിൽ കൊത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് മതേതര സംഘടനകൾ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു ഭിന്നിപ്പിലേക്ക് പോകും തോറും കോൺഗ്രസ് ക്ഷയിക്കുക എന്നുള്ളത് BJPയുടെ അജണ്ടയാണ്. അപ്പോൾ ഈ ചർച്ച പോലും BJPക്ക് ഗുണം നൽകുന്നു എന്നതാണ് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കേണ്ടത്. ഇപ്പോൾ ഇടതുപക്ഷ സംഘടനകളാണെങ്കിലും കോൺഗ്രസിന് ആത്മവിശ്വാസം കൊടുക്കുകയാണ് വേണ്ടത്. കോൺഗ്രസിന് ആത്മവിശ്വാസം കൊടുക്കാതെ കോൺഗ്രസിന് പ്രതിസന്ധിയിലാക്കുകയാണ്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ എക്കാലത്തെ നിലപാടാണ് ഏതൊരു വിഷയത്തെ സംബന്ധിച്ചിടത്തോളവും പെട്ടെന്ന് തീരുമാനമെടുക്കാൻ കഴിയില്ല. കാരണം നമ്മൾ കഴിഞ്ഞ ഫലസ്തീൻ വിഷയത്തിലാവട്ടെ ഏക സിവിൽ കോഡ് വിഷയത്തിലാവട്ടെ കോൺഗ്രസ് താമസത്തോടുകൂടിയാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അത് കോൺഗ്രസ് രാഷ്ട്രീയമാണ്. സമ്പൂർണ്ണ ജനാധിപത്യം അവകാശപ്പെടുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചർച്ചകളാവാം. അതുകൊണ്ട് തന്നെ ഈ ബാബരി മസ്ജിദ് ഉണ്ടായിരുന്ന സ്ഥലത്ത് രാമക്ഷേത്രം ഉണ്ടാക്കുമ്പോൾ അവിടെ BJP കോൺഗ്രസിനെ ക്ഷണിക്കുന്നത് തന്നെ സതുദ്ദേശപരമല്ല. കോൺഗ്രസിനെയും ഇന്ത്യ മുന്നണിയെയും രണ്ട് തട്ടിലാക്കുക എന്ന് പറയുന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അവിടെ BJP കോൺഗ്രസിനെ വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അവിടെ പോയി പങ്കെടുക്കുന്നു എന്ന് കരുതുക. അത് ഈ BJP മുന്നോട്ട് വെക്കുന്ന ഹിന്ദുത്വത്തെ അതേപോലെ പുൽകൽ എന്നുള്ളതാണോ മനസ്സിലാക്കേണ്ടത്? അതോ ഒരു സ്ട്രാറ്റജിക് നിലപാട് എന്ന നിലയ്ക്കാണോ അതിനെ മനസ്സിലാക്കേണ്ടത് നാസർ ഫൈസി കൊടുത്തായി? അത് വിലയിരുത്തേണ്ടത് കോൺഗ്രസ് ആണ്. ഞങ്ങൾക്ക് രാഷ്ട്രീയപരമായ സംഘടനകളുടെ നിലപാടിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് എടുക്കുന്ന തീരുമാനത്തിൽ അതിൻ്റെ ഗുണദോഷങ്ങളെ പറയേണ്ടവരല്ല നമ്മൾ. പക്ഷെ ഒരു കാര്യം വളരെ കൃത്യമാണ്. കേരളത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഈ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടിട്ട് സാഹചര്യം ചിന്തിക്കുമ്പോൾ ബാബരി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് രാമക്ഷേത്രം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഉദ്ഘാടനം എന്നത് നരേന്ദ്രമോദി നടത്തുമ്പോൾ അതല്ലെങ്കിൽ BJP നേതൃത്വം നടത്തുമ്പോൾ അവിടെ ആധ്യാത്മികതയോ മതാധ്യാപനങ്ങളോ ആത്മീയതയോ ഇല്ലാതെ കേവലം 100% പൊളിറ്റിക്കൽ അജണ്ടയായി സ്വീകരിക്കുന്ന ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നത് മതേതരത്വത്തോട് കാണിക്കുന്ന ഒരു അവഗണന തന്നെയാണ്. അത് സുപ്രഭാതം വിലയിരുത്തി കഴിഞ്ഞു.
പക്ഷേ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ അത് പറയുമ്പോഴാകുമ്പോഴും ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തെ മലിത്തരും. കാരണം രാഹുൽ ഗാന്ധിയെ മഹാഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ചത് വയനാടാണ്. അവിടെ വിജയിപ്പിച്ചത് കോൺഗ്രസും മുസ്ലിം ലീഗ് മാത്രമല്ല, ഇടതുപക്ഷ സംഘടനകൾ അടക്കം പിന്തുണച്ചുകൊണ്ടാണ്. കേരളത്തിൻ്റെ ജനതയുടെ മർമ്മം തൊട്ടറിഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ നമ്മൾ ഡൽഹിയിലേക്ക് MP സ്ഥാനം പറഞ്ഞയച്ചത്. അതേ സ്ഥലത്ത് കൊണ്ട് തന്നെ അമേഠിയിൽ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയത് BJP അല്ല, മറിച്ച് ഹിന്ദുത്വ കാർഡാണ്. അത് തിരിച്ചറിയുമ്പോൾ കേരളവും ഉത്തരേന്ത്യയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. അത് വിലയിരുത്താൻ സാധിക്കേണ്ടത് കോൺഗ്രസ്സാണ്. കോൺഗ്രസിന് അറിയാൻ സാധിക്കണം ഇതിൽ പങ്കെടുത്താൽ ഉണ്ടാകുന്ന ദോഷവശങ്ങൾ എന്താണ്, പങ്കെടുക്കാതിരുന്നാലുണ്ടാകുന്ന ഹൈന്ദവതയുടെ കൺസോളിഡേഷൻ രൂപപ്പെടുത്തി എങ്ങനെ വീണ്ടും അധികാരത്തിലേക്ക് വരാൻ സാധിക്കുമെന്ന് ഹിന്ദുത്വ അജണ്ടയുമായി ബന്ധപ്പെടുന്ന BJP ഇതിനെ പെട്ടെന്ന് ഇതിൻ്റെ ഒരു രാഷ്ട്രീയ അജണ്ടയാക്കി മാറ്റി അധികാരത്തിലേക്ക് വരാവുന്ന ഒരു കാർഡാക്കി ഇത് മാറ്റും എന്നതിനെ മനസ്സിലാക്കി സുചിന്തിതമായി അതിൻ്റെ ഗുണദോഷങ്ങൾ പഠിച്ച് ഗുണകരമായ കാര്യം എന്താണോ, ഫാഷിസം അധികാരത്തിൽ വരാതിരിക്കാൻ എങ്ങനെയാണോ എന്നതിന് നേതൃത്വം കൊടുക്കേണ്ടത് കോൺഗ്രസ്സാണ്. അതുകൊണ്ട് കോൺഗ്രസിന് വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ടി വരും. ഇവിടെ ചോദിക്കുന്നത് ഇപ്പം BJP അധികാരത്തിൽ ഇപ്പൊ അവിടെ കോൺഗ്രസ് പോകുന്നില്ല എന്നൊരു നിലപാട് പ്രഖ്യാപിക്കുകയും അല്ലെങ്കിൽ തന്നെ ഹിന്ദുവിരുദ്ധ പാർട്ടി എന്ന് BJP ആരോപിക്കുന്നത് 10 മടങ്ങ് ആംപ്ലിഫയറോടുകൂടി ഹിന്ദുവിരുദ്ധ പാർട്ടിയാണ്, രാമനെ എതിർക്കുന്ന പാർട്ടിയാണ് എന്ന തരത്തിലുള്ള പ്രചരണം ഒഴിവാക്കാൻ അങ്ങോട്ടേക്ക് പോയാൽ BJP അധികാരത്തിലേക്ക് മാറ്റി നിർത്താൻ തന്ത്രപരമായ നിലപാടിന്റെ ഭാഗമായി അങ്ങോട്ടേക്ക് പോയാൽ സമസ്ത അതിനെ എതിർക്കില്ല അല്ലേ ശ്രീ നാസർ ഫൈസി കൊടുത്തായി? അല്ല, കോൺഗ്രസ് പോയാലും പോവാതിരുന്നാലും സമസ്ത അതിനെ എതിർക്കില്ല. കാരണം അത് കോൺഗ്രസിൻ്റെ നിലപാടാണ്. അവിടെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഗുണവും ദോഷവും പഠിക്കേണ്ടത് കോൺഗ്രസ്സാണ്. ഞങ്ങൾക്ക് സമസ്തയുടെ നേതൃത്വം പറഞ്ഞു മുസ്ലിം വികാരം മതവികാരം വ്രണപ്പെടില്ലെന്ന്. തങ്ങൾ പറഞ്ഞു അതിൻ്റെ വികാരം ഞങ്ങൾ നോക്കിക്കോളാം. ഞങ്ങളെ വെച്ച് ന്യൂനപക്ഷ സമുദായത്തെ വെച്ച് അല്ലെങ്കിൽ സമസ്ത പ്രതിനിധീകരിക്കുന്ന അണികളെ വെച്ചുകൊണ്ട് എന്തെയോ രൂപത്തിൽ കോൺഗ്രസിനെതിരെ രൂപപ്പെട്ടു വരുന്നു എന്ന പ്രോപ്പഗണ്ട നടത്തിക്കൊണ്ട് കോൺഗ്രസിനെ ക്രൈസിസിലാക്കാൻ ഞങ്ങളില്ല. ഞങ്ങളുടെ വികാരം മറ്റുള്ളവർ വകവെച്ച് കിടക്കേണ്ട. ഇവിടത്തെ ഇടതുപക്ഷ സംഘടനകളോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മീഡിയകളോ മുസ്ലിം വികാരത്തെ വ്രണപ്പെടാൻ പോകുന്നു, അതുകൊണ്ട് കോൺഗ്രസ് മുസ്ലിം സമുദായത്തെ കൈയൊഴിയുകയാണ് എന്ന വിധത്തിൽ പ്രചരണം നടത്തിക്കൊണ്ട് കോൺഗ്രസിനെയും മുസ്ലിം സമുദായത്തിൻ്റെ 2 തട്ടിലാക്കുന്നതിന് മുസ്ലിം ഭാഗത്ത് കൂട്ടുനിൽക്കാൻ ഞങ്ങളില്ല. ഞങ്ങൾ കൃത്യതയോടെ പറഞ്ഞു കോൺഗ്രസ് വിലയിരുത്തട്ടെ, കോൺഗ്രസിൻ്റെ വരുമാനങ്ങൾ പഠിക്കട്ടെ, അവിടെ പോകുകയും പോവാതിരിക്കുകയും ചെയ്യട്ടെ. പോയി എന്നതുകൊണ്ട് വികാരം വ്രണപ്പെടുന്നവരല്ല മുസ്ലിം സമുദായം. കാരണം ബാബരി മസ്ജിദ് പൊളിച്ച കാലഘട്ടവും അതിന്റെ പൊളിച്ച കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മതേതര നിലപാട് സ്വീകരിച്ച സംഘടന മുസ്ലിം ലീഗ് എന്നാണ്. അത് ചരിത്രത്തിന്റെ വെളിച്ചമായ നിലപാട് നിൽക്കുകയും ചെയ്യും. ഞാൻ അങ്ങനെയൊക്കെ എത്താം നാസർ ഫൈസി കൊടുത്തായി. ശ്രീകുമാർ, ഇവിടെ നാസർ ഫൈസി കൊടുത്ത ഇതൊക്കെ പറയുമ്പോൾ പോലും ലീഗും സമസ്തയും അതിൽ കോൺഗ്രസിന് നിലപാട് സ്വീകരിക്കുമെന്ന് പറയുമ്പോൾ പോലും ഈ ഇവിടെ CPM മുന്നോട്ട് വെക്കുന്നത് എന്താണ്? CPM മുന്നോട്ട് വെക്കുന്ന ചരിത്രം അങ്ങനെ തന്നെയാണ്. 49-ൽ അത് 82-ൽ ഷബാനോ കേസിന് ബദലായി അവിടെ ശിലാന്യാസത്തിനുള്ള അനുവാദം, 92-ൽ ഭരിക്കുമ്പോൾ നരസിംഹറാവുവിൻ്റെ ഉറക്കം, ഇതിനൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് അതിൻ്റെ ഏറ്റവും ഒടുവിലെ ലോജിക്കൽ ഒരു കൾമിനേഷനാണ് കോൺഗ്രസ് അവിടെ പങ്കെടുക്കുന്നത് എന്നതാണ് CPMന്റെ പ്രചരണം. അതിനെ ചെറുക്കണമെങ്കിൽ അതിനെ ആശയവ്യക്തതയോടെ പറയാൻ കോൺഗ്രസിന് കഴിയണം. അതവർക്ക് കഴിയുന്നില്ല. ശ്രീകുമാർ ഹാസ്മി, CPM പറയുമ്പോൾ നമ്മളുടെ കാര്യം ആലോചിക്കണം. 1969-ൽ കോൺഗ്രസ് പിളരുമ്പോൾ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ വന്ന കോൺഗ്രസ്സാണ് ഇപ്പോഴുള്ളത്. രാഷ്ട്രീയ കാലാവസ്ഥ മാറുമ്പോൾ അതനുസരിച്ച് രാഷ്ട്രീയമായ നീക്കങ്ങൾ നടത്തുന്നൊരു പാർട്ടിയാണ് കോൺഗ്രസ്. 2014-ൽ ഇന്ത്യയുടെ രാഷ്ട്രീയം എങ്ങനെയാണ് മാറിയതെന്ന് നമ്മൾ കണ്ടതാണ്. ആ രാഷ്ട്രീയം നമ്മൾ ഉൾക്കൊള്ളണം. ഇവിടെ ചോദിക്കുന്നത് എന്താണ്? ദർശനത്തിന് പോകുന്ന കാര്യത്തിൽ കോൺഗ്രസ് എന്താ നിലപാടെടുക്കാത്തത് എന്നാണ് ചോദ്യം. ദർശനത്തിന് പോകുന്നതല്ല കോൺഗ്രസ് ചിന്തിക്കുന്നത്. ദർശനത്തിന് പോകാതെ ആ ചടങ്ങ് ബഹിഷ്കരിച്ചാൽ അത് BJP എത്രത്തോളം ചർച്ചയാക്കും, ഈ നാട്ടിൽ എത്രത്തോളം ചർച്ചയാക്കി ഹിന്ദു വികാരം ആളിക്കത്തിക്കും എന്നൊക്കെ കോൺഗ്രസ് ചിന്തിക്കുന്നുണ്ട്. ഇവിടെ ഒരു കാര്യം വ്യക്തമായല്ലോ, മുസ്ലിം ന്യൂനപക്ഷ സമുദായത്തെ പരാജയപ്പെട്ടല്ലോ. ഇതിനെ ഭാവനാത്മകമായി കാണുക അല്ലെങ്കിൽ നറേറ്റീവുകൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭാവനാസമ്പന്നരായ രാഷ്ട്രീയക്കാർക്ക് മാത്രം പറ്റിയതാണെങ്കിൽ കൂടിയും കൊച്ചുകൂടി പറയുന്നുണ്ട്, നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാമനല്ല ഞങ്ങളുടെ രാമൻ എന്ന് കോൺഗ്രസിന് പറയാമല്ലോ. വില്ലുകുലച്ച രാമനല്ല, സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും രാമനാണ് ഞങ്ങളുടെ രാമൻ. ഞങ്ങളുടെ രാമൻ ഗാന്ധി ഏറ്റവും ഒടുവിൽ വെടിയേറ്റ് വീഴുമ്പോൾ, ഹിന്ദുത്വ ശക്തികളുടെ വെടിയേറ്റ് വീഴുമ്പോൾ വിളിച്ച ഹേ റാം എന്ന് വിളിച്ച രാമനാണ് ഞങ്ങളുടെ രാമൻ. സ്നേഹത്തിൻ്റെ രാമനാണ് ഞങ്ങളുടെ രാമൻ എന്ന സന്ദേശം പറയാം. രാജ്യത്തെ രാമക്ഷേത്രങ്ങളിലൊക്കെ ആ സമയം പ്രാർത്ഥനയോ പൂജയോ ഒക്കെ നടത്താം. അങ്ങനെയും ഭാവനാത്മകമായ മറ്റു വഴികളുണ്ടല്ലോ. ആ വഴിയിലേക്ക് ആലോചനയെ പോകാത്ത എന്താണ്? ഹാഷ്മി, നമ്മളെ തത്വശാസ്ത്രങ്ങളൊക്കെ പലതും പറയാം.
പ്രായോഗിക രാഷ്ട്രീയത്തിൽ ദൈവം എല്ലാവരുടെ മനസ്സിലുണ്ട്. ശ്രീരാമൻ എന്താണെന്നും അയോധ്യയിൽ പ്രതിഷ്ഠിക്കപ്പെടുന്ന ശ്രീരാമനെ ഹിന്ദുക്കൾ എങ്ങനെയാണ് കാണുന്നതെന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. കാരണം ഒരു ശ്രീരാമ പ്രതിഷ്ഠ നടത്തിയാൽ അത് ശ്രീരാമ പ്രതിഷ്ഠ തന്നെയാണ്. അത് ഗാന്ധിജിയുടെ ശ്രീരാമനാണോ അല്ലെങ്കിൽ വേറെ ആരുടെ ശ്രീരാമനാണോ ഒന്നുമില്ല. അത് BJP ചർച്ചയാക്കാതിരിക്കണം. എന്ത് ചെയ്യണം? BJPയുടെ വായടയ്ക്കണം. ഇവിടെ ന്യൂനപക്ഷങ്ങൾ ആഗ്രഹിക്കുന്നത് പഴയ ന്യൂനപക്ഷമൊന്നും അല്ലല്ലോ ഹഷ്മിക്ക് അറിയാവുന്ന കാര്യമല്ലേ. ഹഷ്മിയുടെ തലമുറയെ തന്നെ എടുത്തു നോക്കൂ. ന്യൂനപക്ഷം ആഗ്രഹിക്കുന്നത് എന്താണ്? വെട്ടിൽ വീഴാതെ അവിടെ ക്ഷേത്ര ദർശനത്തിന് എപ്പോഴെങ്കിലും പോകണം. അത് ഏത് സമയത്ത് പോകണം എന്നുള്ളതൊക്കെ കോൺഗ്രസിന് തീരുമാനിക്കാം. പ്രധാനമന്ത്രിയുടെ പൂജാ സമയത്ത് പോകണോ അതല്ലാതെ പോകണം എന്നൊക്കെ കോൺഗ്രസ് തീരുമാനിക്കാം. പക്ഷേ ചടങ്ങ് ബഹിഷ്കരിച്ചാൽ BJP അത് രാഷ്ട്രീയ ആയുധമാക്കുന്നത് വേറെ രീതിയിലായിരിക്കും. അപ്പോൾ അതിനെന്തിന് അവസരം കൊടുക്കണം? BJPയുടെ വായടയ്ക്കുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ നിലപാട്. അല്ലാണ്ട് അവിടെ ഏത് സമയത്ത് അവിടെ തൊഴാൻ പോകണോ വേണ്ടോ എന്നുള്ളതല്ല. കാരണം നമ്മുടെ നാട്ടിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. പഴയ പോലെ ന്യൂനപക്ഷ സമുദായങ്ങളെ ഏതെങ്കിലും രീതിയിൽ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് അവന് ഭിന്നിപ്പുണ്ടാക്കാൻ പറ്റില്ല. കാലം മാറിപ്പോയി. ഞാൻ അതാണ് പറയുന്നത്. മുസ്ലിം ലീഗിൻ്റെ നിലപാടാണെങ്കിലും സമസ്തയുടെ നിലപാടാണെങ്കിലും ജമാഅത്ത് ഇസ്ലാമിയുടെ നിലപാടാണെങ്കിലും അവർ കാണുന്ന എന്താണ്? BJP അധികാരത്തിൽ നിന്ന് പോകണം. BJP അധികാരത്തിൽ നിന്ന് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? കോൺഗ്രസിനെ അധികാരത്തിൽ കയറ്റണം. കോൺഗ്രസ് അധികാരത്തിൽ കയറണമെങ്കിൽ എന്ത് ചെയ്യണം? BJPയുടെ ഏത് രാഷ്ട്രീയ അജണ്ടയും അതേ നാണയത്തിൽ തിരിച്ചടിക്കണം. അങ്ങനെ തിരിച്ചടിക്കാൻ തോന്നണമെങ്കിൽ കോൺഗ്രസ് എന്ത് ചെയ്യണം? നിലപാടെടുക്കണം. ആ നിലപാട് എങ്ങനെയാണ് വരിക? രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്രയിൽ ആ യാത്രയിൽ അണിചേർന്ന ഒരുപാട് മുഖങ്ങളുണ്ട് ഹഷ്മി. ഒരുപാട് അഭിപ്രായ സ്വരൂപകരുണ്ട്. ഒരുപാട് മേഖലകളിലെ വ്യത്യസ്തമായ അഭിപ്രായം പ്രകടിപ്പിച്ചവരുണ്ട്. അവരുടെ എല്ലാ അഭിപ്രായം കണക്കാക്കിക്കൊണ്ട് മതേതര ചിന്ത, അതാണ് കോൺഗ്രസിന്റെ ചിന്ത. ഗാന്ധിജി പറഞ്ഞ അതെ ഞാൻ പറയാം. അതായത് ഗാന്ധിജി പറഞ്ഞ ഞാൻ സനാതന ഹിന്ദുവാണ്, എൻ്റെ മതം ഹിന്ദുവാണ്, ഞാൻ ഹിന്ദു മതക്കാരനാണ്, പക്ഷേ ഞാൻ മറ്റു മതങ്ങളെ ബഹുമാനിക്കുന്നു. ആ പാരമ്പര്യമാണ് കോൺഗ്രസ് തുടരുന്നത്. അങ്ങനെ പാരമ്പര്യം തുടരുമ്പോൾ ഒരു ഭൂരിപക്ഷ വികാരവും ന്യൂനപക്ഷ വികാരവും ഒരുപോലെ കോൺഗ്രസ് എല്ലാ കാലത്തും കൊണ്ടു നടന്നിരുന്നു. പക്ഷെ നമ്മളത് ചർച്ചയാക്കിയില്ല. ചർച്ചയാക്കിയത് എങ്ങനെയാണ്? ഇപ്പോഴത്തെ വിപ്ലവ പാർട്ടികൾ എന്ന് പറയുന്നവർ പോലും ഇത്തരത്തിലുള്ള ജാതി ചിന്തകളും വർഗീയ രാഷ്ട്രീയ ചിന്തയുമൊക്കെ ചർച്ചയാക്കിക്കൊണ്ട് കോൺഗ്രസിനെ വെട്ടിലാക്കാൻ കേരളത്തിൽ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ ചർച്ചയാകുന്നത്. ഇവിടെ നിങ്ങൾ ഹഷ്മി ആലോചിച്ച് നോക്കൂ. ഇവിടെ കോൺഗ്രസിനെ എതിർക്കുന്നത് ആരാണ്? BJPയും CPMഉം. അപ്പോൾ CPMന്റെ താല്പര്യം എന്താണ്? കോൺഗ്രസ് ഇവിടെ തോൽക്കണം. BJPയുടെ താല്പര്യം എന്താണ്? കോൺഗ്രസ് ഇവിടെ തോൽക്കണം. അപ്പോൾ CPM കോൺഗ്രസിനെ വെട്ടിലാക്കാൻ ശ്രമിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കൂ. ഇന്നൊരു വൈദികൻ ഇന്ന് BJPയിൽ ചേർന്നു ഇല്ലേ? ഒരു വൈദികൻ BJPയിൽ ചേർന്നു. എന്താണ് കാരണം? ആ വൈദികൻ ആ രാഷ്ട്രീയത്തോട് താല്പര്യം തോന്നി തുടങ്ങി. ആ വൈദികൻ ന്യൂനപക്ഷമല്ലേ? അതുപോലെ ന്യൂനപക്ഷത്തിൽ രാഷ്ട്രീയമായി ചിന്തിക്കുന്നവരുണ്ട്. അതേ BJP പോയോ കോൺഗ്രസിൽ പോയോ അല്ലെങ്കിൽ BJP ചേർന്നതിനെ ഞാൻ പ്രശംസിച്ചു എന്നൊന്നും അല്ല പറഞ്ഞത്. അതേ ഒരു രാഷ്ട്രീയ ചിന്ത കൈക്കൊണ്ടിരിക്കുന്നു. അതേ ന്യൂനപക്ഷമാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ന്യൂനപക്ഷം BJPയെ ചെറുക്കണം, BJPയെ തോൽപ്പിക്കണം എന്നാഗ്രഹിക്കുന്ന ഭൂരിപക്ഷ ന്യൂനപക്ഷ വിഭാഗങ്ങൾ അവരാഗ്രഹിക്കുന്ന എന്താണ്? കോൺഗ്രസിനെ വെട്ടിലാക്കരുത്, കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കരുത്, കോൺഗ്രസിന് അവസരം കൊടുക്കൂ. കാരണം കോൺഗ്രസിന്റെ നേതൃത്വം ഹഷ്മി നമ്മൾ ഈ ചർച്ചയിൽ പറയുന്ന പോലെ അല്ലല്ലോ. ഒരുപാട് പരിണതപ്രജ്ഞരായ മല്ലികാർജ്ജുൻ ഖാർഗെയും അതുപോലെയുള്ള നേതൃവൈഭവമുള്ള ഒരുപാട് പേര് കോൺഗ്രസ് നേതൃത്വത്തിലുണ്ട്. അവർ ബുദ്ധിമോശം കാണിക്കുമെന്ന് നമ്മൾ കരുതുന്നത് ശരിയാണോ ഹഷ്മി? ഒരു ചർച്ചയാണെങ്കിൽ പോലും നമ്മൾ കോൺഗ്രസ് നേതൃത്വം പക്വത കാണിക്കില്ല എന്ന് നമുക്ക് തോന്നാൻ പാടില്ലല്ലോ. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ദക്ഷിണേന്ത്യയിലും ഉത്തരേന്ത്യയിലും ഒരുപാട് വളർന്നൊരു പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ഇന്ന് ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസ് ഉണ്ട്, ഉത്തരേന്ത്യയിൽ BJP ഉണ്ട്. പക്ഷേ ദക്ഷിണേന്ത്യയിൽ BJP ഇല്ല എന്നാർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് ഇല്ലെന്ന് പറയാൻ പറ്റുമോ? രാഷ്ട്രീയ മത്സരം മാറി വരും, അത് വേറെ വിഷയം. പക്ഷെ ഒരു നിലപാടെടുക്കുമ്പോൾ അതൊരു ദർശനത്തിന് പോകുന്ന നിലപാടല്ല, മറിച്ച് ആ ദർശനത്തിൻ്റെ പേരിൽ ആരെങ്കിലും എന്തെങ്കിലും രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരുടെ വായ ശാശ്വതമായി അടയ്ക്കുക. ഇതൊരു ചർച്ചയാക്കി കൊണ്ടുവരരുത്. ശ്രീരാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിന് ഞങ്ങൾ ക്ഷണിച്ചിട്ടു. ആരെ ക്ഷണിച്ചത് രാമജന്മ ട്രസ്റ്റാണ്. പക്ഷേ നമ്മുടെ ചില കോൺഗ്രസ് വിമർശകർ പറയുന്നത് എന്താണെന്ന് അറിയാമോ? BJP ക്ഷണിച്ചു എന്നാ. നിങ്ങൾ നോക്കണം. BJP ക്ഷണിച്ചു, BJP അല്ല ക്ഷണിച്ചത്, ആ ട്രസ്റ്റാണ് ക്ഷണിച്ചത്. ആ ട്രസ്റ്റ് ക്ഷണിച്ചിട്ടും രാഹുൽ ഗാന്ധിയുടെ നേരത്തെ ഹഷ്മി പറഞ്ഞ പോലെ ഭാരത് ജോഡോ യാത്രയ്ക്ക് രാഹുൽ ഗാന്ധിയുടെ അനുകൂലിച്ച ഒരു വിഭാഗം അവിടെ ഉണ്ട്. അതെല്ലാം കാണണ്ടേ കോൺഗ്രസിന്?
അപ്പോൾ ഒരു വടി കൊടുക്കണോ അതോ അവരുയർത്തിപ്പിടിച്ച വടി ഒടിക്കണോ? ഇതാണ് എന്നുള്ള കോൺഗ്രസിന്റെ ഇതിനെ ചിന്ത. ആലോചന ആ പെട്ടെന്ന് ചിന്ത വേണമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. വ്യക്തമായി തന്നെ എടുക്കും. വടി സംശയമില്ല. വടിയിൽ നിന്ന് അടി കൊള്ളണോ അതോ വടി ഒടിച്ച് അവിടെ ഇടണോ എന്നുള്ളതിലെ തീരുമാനം പെട്ടെന്ന് വരണം എന്നുള്ളതാണ് പറഞ്ഞത്. ഇതധികം എത്ര നാളങ്ങനെ അങ്ങനെ ഒരു നിലപാടില്ല നീട്ടിക്കൊണ്ടു പോകാൻ കഴിയും. ശ്രീ പി ആർ ശിവശങ്കർ, ആ ക്ഷണം ഒരു ട്രാപ്പാണെങ്കിൽ ആ ട്രാപ്പിൽ വീഴേണ്ടതില്ല എന്ന് കോൺഗ്രസ് തീരുമാനിക്കുന്നു. ആ തീരുമാനത്തിലേക്ക് എത്താൻ എടുക്കുന്ന സമയമുള്ളൂ. അപ്പോൾ ഈ ക്ഷണം വരുമ്പോൾ തന്നെ കയ്യോടെ CPM ചെയ്തതുപോലെ ഞങ്ങൾ ആ ചടങ്ങിലേക്കില്ല എന്ന് കോൺഗ്രസ് ബഹിഷ്കരിക്കുമെന്ന് കരുതി എന്ന് മുരളീധരൻ അങ്ങനെ തീരുമാനം വരാത്തപ്പോൾ നേരത്തെ കയറി പറയുകയാണ് എന്തുകൊണ്ടാണ് ഇഫ്താറിൽ പോകുന്നത്, നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകാൻ ഇത്ര പാട് എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ എടുക്കുന്ന ട്രാപ്പിൽ കോൺഗ്രസ് വീഴാനില്ലെങ്കിലോ ശ്രീ പി ആർ ശിവശങ്കർ? ഞാൻ അതിലേക്ക് പറയട്ടെ, ആ ട്രാപ്പാണോ ഇല്ല എന്നുള്ളത് ആ ചോദ്യം വരാം. നിർഭാഗ്യവശാൽ ഞാനിരിക്കുന്നത് അവതാരകനടക്കം മറവി രോഗം വന്ന ഒരു 3 ചർച്ച ചെയ്യുന്നവരുടെ കൂട്ടത്തിലാണ്. അവർക്ക് ഈ വിഷയം തുടങ്ങുന്നത് ഇപ്പോൾ ചിലവർക്ക് 49ഉം 82ഉം 92ഉമേ ഓർമ്മയുള്ളൂ, ചിലവർക്ക് 15-ാം നൂറ്റാണ്ട് തൊട്ടേ ഓർമ്മയുള്ളൂ. ചരിത്രപരമായ മറവി രോഗം വന്ന കുറച്ചു പേരിരുന്ന് ചർച്ച ചെയ്യുകയാണ് ഇതിൻ്റെ രാഷ്ട്രീയം എന്താണ്, ഇതിൻ്റെ ചരിത്രം എന്താണെന്ന്. 11ാം നൂറ്റാണ്ട് മുതൽ അവിടെ ഒരു ക്ഷേത്രമുണ്ടായിരുന്നുവെന്നും ആ ക്ഷേത്രം 1976-ൽ ഖനനം ചെയ്ത ASI ആർക്കിയോളജിക് സർവേ ഓഫ് ഇന്ത്യ ഖനനം ചെയ്തപ്പോൾ KK മുഹമ്മദിൻ്റെയൊക്കെ സുചിന്യമായ അഭിപ്രായം സുപ്രീം കോടതിയിലുണ്ട് അവിടെ എന്തായിരുന്നുവെന്നും ക്ഷേത്രം തകർത്താണെന്നും. അപ്പോൾ ഇത്തരം അഭിപ്രായങ്ങളെ കാണാതെ, ചരിത്ര സത്യങ്ങളെ കാണാതെ ഈ ചർച്ച ചെയ്യുമ്പോഴാണ്, ഇത്തരം ചർച്ച ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള ട്രാപ്പിൻ്റെ പ്രശ്നങ്ങളൊക്കെ ചിലർക്ക് വരുന്നത്. ഇതൊരു ട്രാപ്പിൻ്റെയും പ്രശ്നമല്ല, ഇത് ചരിത്രപരമായ തീരുമാനമാണ്. ചരിത്രത്തോട് നീതി പുലർത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. 1. 2, ഇവിടെ ഈ മഹാത്മാഗാന്ധി എങ്ങനെ നിർഭാഗ്യവശാൽ ഈ ചർച്ച കാണേണ്ടി വന്നിരുന്നെങ്കിൽ ആനന്ദ കൊച്ചിയുടെ അഭിപ്രായം കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹം ആകെ കൺഫ്യൂഷൻ ആയിപ്പോൾ തന്നെ. ഈ വാൽമീകിയുടെ രാമായണത്തെയൊക്കെ ഈ ആനന്ദ കൊച്ചിയോട് എങ്ങനെയാണ് മനസ്സിലാക്കിയേക്കുന്നത്? അദ്ദേഹം അച്ഛൻ്റെ വാക്ക് കേട്ട് പോയ ആൾ മാത്രമല്ല, സ്വന്തം ഭാര്യയുടെ നേരെ ശൂർപ്പണകയും 74,000 രാക്ഷസന്മാരും നോക്കിയപ്പോൾ 1.5 മണിക്കൂർ കൊണ്ട് അവരെ എല്ലാം കൊന്നു തീർത്ത രാവണനും ദണ്ഡപാണി തന്നെയായിരുന്നു, ആയുധധാരി തന്നെയായിരുന്നു. അത്തരത്തിലുള്ള രാമനെയാണ് വാൽമീകി പറഞ്ഞേക്കുന്നത്. അല്ലാണ്ട് അപ്പോൾ പൊട്ടിക്കരഞ്ഞ് അവിടെ ഇരുന്ന് ഭജനപാടിയ രാമനൊന്നും ഞങ്ങളുടെ ചരിത്രത്തിലില്ല. അത്തരത്തിലുള്ള രാമനെ ഞങ്ങൾക്ക് അറിഞ്ഞും കൂടാ. നിങ്ങൾ ഏത് വാൽമീകി രാമായണമാണ് വായിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നിർഭാഗ്യവശാൽ. അപ്പോൾ പിന്നെ ഒരു കാര്യം നോക്കൂ, ഗണേശോത്സവം നടത്തിയ തിലകനും അതുപോലെ തന്നെ രാമരാജ്യത്തെക്കുറിച്ച് പറഞ്ഞ മഹാത്മാഗാന്ധിയൊക്കെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുത്വത്തിൻ്റെതല്ല, തികഞ്ഞ വർഗീയവാദികളാണെന്ന് ആനന്ദ കൊച്ചുകൂടിയൊക്കെ പറയും. ഇതെല്ലാം രാഷ്ട്രീയമായി ചില നിലനിൽപ്പിൻ്റെയോ അല്ലെങ്കിൽ ചില താല്പര്യങ്ങളുടെ ഭാഗമായി ഇവർ ഉയർത്തുന്ന ചില പൊളിറ്റിക്കൽ ഒരു വാദമുഖങ്ങൾ മാത്രമാണ്. ഇവർക്ക് BJPക്കെതിരെ പറഞ്ഞാൽ കേരളത്തിൽ നിലനിൽക്കാൻ പറ്റും, കുറച്ചുകൂടി പൊളിറ്റിക്കൽ സ്പേസ് കിട്ടും എന്നുള്ള ഒരു ഭാവനയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇതിനെ ചരിത്രകാരന്മാരും അതുമല്ലെങ്കിൽ നിഷ്പക്ഷമായി രാഷ്ട്രീയം ചിന്തിക്കുന്നവർക്കും ഈ പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ താങ്കൾ പറഞ്ഞ അടുത്ത കാര്യം, ഇത് പൊളിറ്റിക്കൽ ട്രാപ്പ്. ഇത് ട്രാപ്പാണെന്ന് ആരാ പറയുന്നത്? സത്യസന്ധമായി ഇതിനെ വിലയിരുത്തുന്നവർക്ക് ഇത് വേണോ വേണ്ടയോ? ചിലർക്ക് ഈ എല്ലാ കാര്യവും ട്രാപ്പാണെന്ന് തോന്നും. അത് നിങ്ങൾക്ക് ഈ വിഷയത്തിനെക്കുറിച്ച് കൃത്യമായി ധാരണയില്ലാത്തത് കൊണ്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതെന്താണ് ഈ സംഭവം വരാൻ പോകുന്നതെന്ന് കാലേ കൂട്ടി തീരുമാനം എടുക്കുവാനുള്ള കഴിവില്ലായ്മയുടെ, ഇപ്പം നേരത്തെ മല്ലികാർജ്ജുന ഖാർഗെയുടെയൊക്കെ കാര്യം പറഞ്ഞു, ഇവർക്കൊക്കെ എന്തുകൊണ്ട് ഇത് വിളിക്കുമെന്ന് മനസ്സിലായാൽ അല്ലെങ്കിൽ വിളിക്കുമെന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ അതിനെതിരെ എന്താണ് താങ്കൾ പറഞ്ഞതുപോലെ നേരത്തെ തന്നെ ഇതിന് ഒരു ഭാവാത്മകമായ തീരുമാനമെടുത്ത് രാമനെക്കുറിച്ച് ശ്രീരാമനെക്കുറിച്ച് ഞങ്ങളുടെ ശ്രീരാമനാണ് ഇതെന്ന് പറയുവാനുള്ള രാഷ്ട്രീയമായ വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഭാവനാ സമ്പത്തില്ലാത്ത ഒരു കൂട്ടം വികലാംഗരായ നേതാക്കളുടെ ഒരു ഗ്രൂപ്പായി ഇന്ന് കോൺഗ്രസ് മാറിയിരിക്കുന്നു. അവർ എഴുന്നേറ്റുന്നു മുടന്നു ഈ രാഷ്ട്രീയ നേതൃത്വം നേരിടുവാനായിട്ട് കഴിവില്ല എന്നുള്ളത് സ്വാഭാവികത്തിൽ പറഞ്ഞു വന്നാണ്. പക്ഷേ വികലാംഗരായ ഞാൻ പറഞ്ഞ രാഷ്ട്രീയമായ വികലാംഗത്വം എന്നാണ് പറഞ്ഞിരുന്നത്, ശാരീരികമായതല്ല. എങ്കിലും അതെ, രാഷ്ട്രീയമായ വികലാംഗത്വം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ നേരത്തെ 2 പ്രാവശ്യം പറഞ്ഞു പൊളിറ്റിക്കൽ അമ്നീഷ്യ, മറവി രോഗം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചിന്തയെ ഇവർക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല. നിർഭാഗ്യവശാൽ ബാലഗംഗാധര തിലകനെയും അതുപോലെ തന്നെ മഹാത്മാഗാന്ധിജിയും മുന്നോട്ട് വെച്ച രാഷ്ട്രീയം ആശയമല്ല ഈ നെഹ്റു തട്ടിയെടുത്ത കോൺഗ്രസ് രാഷ്ട്രീയം. അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു പാരനോയിഡ് ലീഡേഴ്സ്, അല്ലെങ്കിൽ ഞാൻ പട്ടേലിനെയൊക്കെ 12 വോട്ട് കിട്ടിയിട്ട് 1 വോട്ട് കിട്ടാത്ത നെഹ്റു എങ്ങനെയാണ് ഭരണത്തിൽ വന്നതും അത് നെഹ്റുവിയൻ തോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഭാവിയിൽ അതാണ് കോൺഗ്രസിൻ്റെ ചരിത്രം എന്ന് പറയുമ്പോൾ ഇത് തട്ടിയെടുക്കപ്പെട്ട ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ നിർദ്ദേശാനുസരണം നടത്തുന്ന നിവർത്തികേട് കൊണ്ട് അത് മറ്റത് കൊച്ചുകൂടി നേർക്കുന്ന വിമർശനങ്ങൾക്ക് മാത്രമല്ല ശ്രീ
എൻ ശ്രീകുമാർ പറഞ്ഞ പ്രാക്ടിക്കൽ പൊളിറ്റിക്സിൻ്റെ ഒരു സ്ഥലത്ത് അത് ഏറ്റവും ഇപ്പോൾ 80ഉം 20ഉം തമ്മിലുള്ള പോരാട്ടമാണ് എന്ന ഒരു പ്രചരണത്തിൽ ഒരു നേതാവ് പറയുക, ആ വാക്കിന് വില കിട്ടുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ പറയുന്ന ഫിലോസഫി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമുണ്ടോ എന്ന ശ്രീ എൻ ശ്രീകുമാറിൻ്റെ ചോദ്യത്തിനുള്ള മറുപടി ശ്രീ ആനന്ദ് വെച്ചുകൂടി. ഞാൻ പറയാം. ശ്രീ ശിവശങ്കർ പറഞ്ഞു ചരിത്രം 1949-ൽ തുടങ്ങുന്നത്, അതിനൊക്കെ വളരെ മുൻപാണ് തുടങ്ങുന്നതെന്ന്. ശരി, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ശ്രീ ശിവശങ്കർ, നമുക്ക് ചരിത്രം മാറ്റാൻ പറ്റില്ല. ചരിത്രം അത് 16-ാം നൂറ്റാണ്ടിൽ നടന്ന കാര്യമാണെങ്കിലും അതിന് മുൻപുള്ള കാര്യമാണെങ്കിലും ഈ ചരിത്രത്തെ നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. പക്ഷേ 92-ൽ നടന്ന ആ സംഭവത്തിൽ ഒരു നിലപാട് കോൺഗ്രസിന് ഉണ്ടായിരുന്നു. അപ്പോഴുള്ള നിലപാട് ഇപ്പോൾ എന്തുകൊണ്ട് കോൺഗ്രസിന് പറയാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. പിന്നെ ഞാൻ മഹാത്മാഗാന്ധിയെ കുറിച്ച് പറഞ്ഞത് താങ്കൾ വക്രീകരിക്കുകയാണ് ചെയ്തത്. ഞാൻ മഹാത്മാഗാന്ധിയുടെ നിലപാടിനെ കോൺഗ്രസ് ഇപ്പോൾ തള്ളി, കോൺഗ്രസ് ആ നിലപാടാണ് എടുക്കേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞത്. താങ്കൾ അതിനെ മഹാത്മാഗാന്ധിയെയും നെഹ്റുവിനെയും രണ്ട് തട്ടിൽ പ്രതിഷ്ഠിച്ച് BJPയുടെ ആ ഒരു രാഷ്ട്രീയം പറയുന്നു. അതിൽ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷെ കോൺഗ്രസിന് അവരുടെ തന്നെ പാരമ്പര്യം മുറുകെ പിടിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഞാൻ ഒരു ചോദ്യമായിട്ട്, ബഹുമാനപ്പെട്ട ശ്രീകുമാർ സാറും അതിനെ വേറൊരു തരത്തിലാണ് പറയുന്നത്. ഞങ്ങൾ വെട്ടിൽ വീഴാൻ ഉദ്ദേശിക്കുന്നില്ല, കോൺഗ്രസ് വെട്ടിൽ വീഴാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ കോൺഗ്രസ് വെട്ടിൽ വീണ് കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് ഇപ്പോൾ തന്നെ ഈ കാര്യത്തിൽ വളരെ മോശമായ ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. കോൺഗ്രസിന് ഇനിയിപ്പോൾ അവിടെ നിന്ന് ആ കാര്യത്തെ പറഞ്ഞ് ഫലിപ്പിക്കുക, അതായത് ഇപ്പോൾ തന്നെ BJPയുടെ ട്രാപ്പിൽ അവർ വീണ് കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിൽ നിന്നൊന്ന് കരകയറാൻ പോലും ഉള്ള അവസരം, അതിപ്പോൾ ഏത് തരത്തിൽ അവിടെ പോകാനോ പോകാതിരിക്കാനോ ഒരു തീരുമാനമെടുത്താലും അത് രണ്ടും പറഞ്ഞു നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നു. ആദ്യം തന്നെ ക്ഷണം നിഷേധിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആദ്യം തന്നെ വ്യക്തിഗതമായി ആ വൈതരണി കോൺഗ്രസിനെ ഒഴിവാക്കാൻ കഴിയാത്ത ഒന്നല്ലേ? ഇന്നല്ലെങ്കിൽ നാളെ, ഇപ്പോൾ നേരത്തെ ഒരു നിലപാട് സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ പോലും പോകും അല്ലെങ്കിൽ പോകില്ല, രണ്ട് ഓപ്ഷൻ ഒന്നല്ലേ ഉള്ളൂ. രണ്ടാണെങ്കിലും കോൺഗ്രസിന് ക്ഷീണമാണ് താങ്കൾ പറയുമ്പോൾ കുറച്ച് നേരത്തെ തീരുമാനമെടുത്താലും സെയിം എഫക്റ്റ് അല്ലേ ശ്രീ ആനന്ദ് വെച്ചുകൂടി? അല്ല, ഞാൻ രണ്ടും ഒരേ ഇഫക്റ്റ് ആണെന്ന് പറയുന്നില്ല. ഞാൻ പറയുന്നത് കോൺഗ്രസിന് ഒരു നേതാവ് അല്ലെങ്കിൽ കുറച്ച് നേതാക്കൾ, അതിപ്പോൾ മല്ലികാർജ്ജുൻ ഖർഗെ ആകട്ടെ, രാഹുൽ ഗാന്ധി ആകട്ടെ, മറ്റാരുമാകട്ടെ, ശശി തരൂർ ആകട്ടെ, ആരുമാകട്ടെ, ആ നേതാക്കൾക്ക് ഈ കാര്യത്തെ, അതായത് കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രത്തെ, കോൺഗ്രസിന്റെ അയോധ്യ ക്ഷേത്രത്തിന്റെ നിലപാടിനെ, കോൺഗ്രസിന്റെ ഈ രാമന്റെ അയോധ്യയും അല്ലെങ്കിൽ രാമന്റെ മഹാത്മാഗാന്ധിയുടെ രാമനും BJPയുടെ രാമനും തമ്മിലുള്ള വ്യത്യാസത്തെയും അവരുടെ രാഷ്ട്രീയമായി അത് പറഞ്ഞു ഫലിപ്പിക്കാൻ സാധിക്കാത്തിടത്തോളം കോൺഗ്രസിന് ഈ കാര്യത്തിൽ ഒരു രക്ഷപ്പെടലില്ല. കോൺഗ്രസിന് ഈ വിഷയത്തിൽ രക്ഷപ്പെടണമെങ്കിൽ ആകെ ഒരു നിവൃത്തിയുള്ളൂ, അതായത് അവർ പറഞ്ഞു ഫലിപ്പിക്കണം. BJPയുടെ ഈ കാര്യത്തിലുള്ള രാഷ്ട്രീയവും കോൺഗ്രസിന്റെ രാഷ്ട്രീയം തമ്മിലുള്ള വ്യത്യാസം കോൺഗ്രസ് എന്തുകൊണ്ട് പങ്കെടുക്കുന്നില്ല? ഞാനിപ്പോഴും പറയുന്നത് കോൺഗ്രസ് എന്ന പാർട്ടിക്ക് അവരുടെ ചരിത്രപരമായ അവരുടെ പാരമ്പര്യം മുറുകെ പിടിക്കുന്ന നിലപാടെടുത്താൽ കോൺഗ്രസിന് ഒരിക്കലും ഇങ്ങനെ ഒരു പ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. അത് അവർ ചെയ്താൽ, അല്ലെങ്കിൽ അതവർ ചെയ്യാതിരിക്കണമെങ്കിൽ അതിനുള്ള കാരണം ജനങ്ങളെ ബോധിപ്പിക്കണം. അങ്ങനെ പറഞ്ഞ് ബോധിപ്പിക്കാൻ ഇപ്പോൾ കോൺഗ്രസിന് നേതൃത്വമില്ല, സംഘടനയില്ല. അതിൻ്റെയൊക്കെ കാരണമായിരിക്കാം അവർ ഈ വെട്ടിൽ വീണത്. പക്ഷേ ഇപ്പോൾ തന്നെ കോൺഗ്രസ് ഒരു വലിയ പ്രതിസന്ധിയിൽ എത്തിപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിൽ നിന്നൊരു മോചനം ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ശരി, നാസർ ഫൈസി കൊടുത്തായി ബാബരി മസ്ജിദിന്റെ തകർച്ച, അതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട് പല ദുരന്തങ്ങൾ, പല കലാപങ്ങൾ, പല ചോരപ്പുഴയൊഴുക്ക്. അതിനുശേഷമുണ്ടായി ഗുജറാത്ത് അടക്കം മതേതരത്വത്തിന് മുറിവേക്കുന്ന ഒന്നല്ല പല സംഗതികളുണ്ടായി. അതിൽ നിന്ന് നമ്മൾ മുന്നോട്ട് വരുന്നില്ല. ഇപ്പോൾ ബാബരി മസ്ജിദിന് ശേഷം വന്ന സംഭവത്തിൽ പോലും നമ്മൾ മുന്നോട്ടല്ലേ? അപ്പോൾ ഈ ഭൂതകാലത്തിൻ്റെ മുറിവുകൾ അത് കരിയാൻ വിട്ട് മുന്നോട്ട് നടക്കലല്ലേ യഥാർത്ഥത്തിൽ വേണ്ടത് ശ്രീ നാസർ ഫൈസി കൊടുത്തായി? അത് മുറിവാണ് എന്ന് അംഗീകരിക്കുമ്പോൾ തന്നെ. അതെ, പഴയ ബാബരി മസ്ജിദ് തകർച്ചാനന്തരമുണ്ടായ ഇന്ത്യൻ ദുരന്തങ്ങളെ തനിയാവർത്തനം ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം, അല്ലെങ്കിൽ ഇന്ത്യയിൽ മഹാഭൂരിപക്ഷം വരുന്ന മതേതര വിശ്വാസികൾ. ഇവിടെ BJPയുടെ പ്രതിനിധി പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും അതേ സംബന്ധിച്ചൊരു വിയോജിപ്പിരിക്കുന്നുണ്ട്. കാരണം ബാബരി മസ്ജിദ് ഉണ്ടായിരുന്ന സ്ഥലത്ത് ക്ഷേത്രം അതിനു മുന്നേ ഉണ്ടായിരുന്നു എന്ന് സ്ഥാപിക്കാൻ കഴിയാത്തിടത്തോളം കാലം ഈ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ധാർമ്മിക വശത്തെ കണ്ടെത്താൻ കഴിയില്ല. ത്രേതായുഗത്തിൽ ജീവിച്ചെന്ന് പറയപ്പെടുന്ന ശ്രീരാമനെയും അത് ശ്രീദേവിയെയും സീതാദേവിയും ഒക്കെ ഉദ്ദേശിക്കുന്നത് കേവലം ഐതിഹ്യം മാത്രമാണ്. BJPക്ക് ഇവിടെ ഉയർത്തി കാണിക്കുന്നത്
ഐതിഹ്യമല്ലാതെ മറ്റൊരു ശാസ്ത്രീയ തെളിവ് കൂടെ സമർത്ഥിക്കാൻ ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല. സുപ്രീം കോടതി പോലും കഴിഞ്ഞ വിധിയിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? ഒരു ഭാഗത്ത് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട സാഹചര്യത്തിൽ അവിടെ മുമ്പ് ക്ഷേത്രമുണ്ടായിരുന്നു എന്നതിന് തെളിവില്ല. അവിടെ ക്ഷേത്രം തകർത്താണ് ബാബരി മസ്ജിദ് ഉണ്ടാക്കിയതിന് തെളിവില്ല. എല്ലാ മുസ്ലിം സമുദായത്തിന്റെ വാദങ്ങളെ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് ഒടുക്കം സുപ്രീം കോടതി ഞാൻ പറയാം നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടിട്ടില്ലല്ലോ, ഞാൻ പറയാം. അവിടെ സുപ്രീം കോടതി വളരെ വ്യക്തമായി തന്നെ പിന്നീട് പറയാം, അങ്ങനെയൊക്കെ ആണെങ്കിലും ശരി ബാബരി മസ്ജിദ് അവിടെ ആ സ്ഥലം ഹൈന്ദവ സമുദായത്തിന് അവകാശപ്പെട്ടതാണ്, ശ്രീരാമ ട്രസ്റ്റിന് അവകാശപ്പെട്ടതാണ് എന്നൊരു ഏകപക്ഷീയമായിരിക്കുന്ന വിധിയാണ് സുപ്രീം കോടതി പറഞ്ഞത്. സുപ്രീം കോടതി ആയതുകൊണ്ട് വലിയ പ്രക്ഷോഭങ്ങളിലേക്കും കാര്യങ്ങളൊക്കെ ഒന്നും പോയില്ല എന്നല്ലാതെ തികഞ്ഞ അവഗണനയാണ് ഉണ്ടായത് എന്നതും ബാബരി മസ്ജിദിന്റെ ആ സ്ഥലത്ത് ക്ഷേത്രമുണ്ടായിരുന്നു എന്നതിന് ഒരു തെളിവും നികത്താൻ ആ പക്ഷവുമായി ചേർന്നുകൊണ്ട് സംഘപരിവാറിന് നാളെ വരെ കഴിഞ്ഞിട്ടില്ല എന്നതും ചരിത്രപരമായിരിക്കുന്ന രേഖയാണ്. ആകെയുള്ള തെളിവ് ഐതിഹ്യം, ഭാവന, മിത്ത്. ഇതെങ്ങനെ തെളിയിക്കാൻ സാധിക്കുക? ഞാൻ പോകട്ടെ, ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ക്ഷേത്രം അവിടെ നിർമ്മിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയ അജണ്ടയായി BJP ഉയർത്തി കാണിക്കുന്നു എന്നത് കഴിഞ്ഞ ബാബരി മസ്ജിദിന്റെ തകർച്ചയുമായി ബന്ധപ്പെട്ട എത്രമേൽ വർഗീയ കലാപം എത്രമേൽ ഉണ്ടാക്കിയിട്ടുണ്ടോ. ഞാൻ പറയട്ടെ, രഥയാത്ര നടത്തിയതും രാഷ്ട്രീയ അജണ്ടയാണ്. അതിന്റെ തുറന്നുകൊണ്ട് വർഗീയ കലാപകം നടത്തിയത് രാഷ്ട്രീയ അജണ്ടയാണ്. അതേ രാഷ്ട്രീയ അജണ്ട തന്നെയാണ് ശ്രീരാമക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJP ഉയർത്തി കാണിക്കുന്നത്. ആ കുരുക്കിൽ കോൺഗ്രസ് വീഴരുത് എന്നാണ്. വീഴാതിരിക്കുക എന്ന് പറയുന്നത് പങ്കെടുത്തിക്കൊണ്ടാണോ നിരാകരിച്ചുകൊണ്ടാണോ എന്ന് ചിന്തിക്കേണ്ടത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ കൃത്യമായി പഠിച്ച പതിറ്റാണ്ടുകളുടെ ഭരണപാരമ്പര്യമുള്ള കോൺഗ്രസ് രാഷ്ട്രീയം തന്നെയാണ്. കേരളത്തിലെ മതസംഘടന എന്നതിൽ സമസ്തയോ അല്ലെങ്കിൽ കേരളത്തിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന CPM അല്ല, മറിച്ച് കോൺഗ്രസിന്റെ വരും വരായികൾ BJPയുടെ കാർഡിനെ മറികടക്കാൻ, സംഘപരിവാറിന്റെ ഫാസിസ്റ്റ് ഭരണത്തെ മറിച്ചിടാൻ കോൺഗ്രസിന് മാത്രമേ സാധിക്കൂ എന്നത് കോൺഗ്രസിന്റെ ദേശീയ രാഷ്ട്രീയമാണ് തീരുമാനിക്കേണ്ടത്. ആ തീരുമാനിക്കുമ്പോൾ പങ്കെടുത്താൽ അതൊരു മുസ്ലിം വികാരം വ്രണപ്പെടുമെന്ന് പറയുന്ന ധാരണ വേണ്ട. പങ്കെടുത്തിട്ടില്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇച്ഛാശക്തിയാണെന്നും അല്ലെങ്കിൽ CPMന്റെ അജണ്ടയ്ക്ക് നിന്നുകൊടുത്തു എന്ന ധാരണയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അത് BJPയുടെ കുരുക്കിൽ വീഴാൻ പാടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ചർച്ച തന്നെ അവസാനിപ്പിക്കണം എന്നാ. ദയവ് ചെയ്തുകൊണ്ട് CPM മനസ്സിലാക്കേണ്ടത് ഇത് BJPയുടെ അജണ്ടയാണ്. ആത്മാർത്ഥതയുടെ കണികയെങ്കിലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കുണ്ടെങ്കിൽ ഇവിടെ CPM ഉയർത്തി കാണിക്കേണ്ടത് BJPയുടെ കാർഡിന് അനുകൂലമായി കൊണ്ട് നിന്ന് കൊടുക്കുകയല്ല, BJPയെ മറികടക്കാൻ കോൺഗ്രസിനോടൊപ്പം ചേരാൻ CPMന് സാധിക്കണം. കാരണം പഴയ CPMും കോൺഗ്രസും അല്ല ഇപ്പോഴത്തെ CPMും കോൺഗ്രസും. ഇന്ത്യ മുന്നണിയിൽ ഒറ്റക്കെട്ടായി നിൽക്കുകയും BJPയെ മറികടക്കുകയും ചെയ്യുക എന്ന അജണ്ടയിൽ ഇടതുപക്ഷ പ്രസ്ഥാനം ഉണ്ടെങ്കിൽ അവിടെ BJPയെ മറികടക്കാൻ കോൺഗ്രസും CPMും അടക്കമുള്ള മമത ഉൾപ്പെടെയുള്ള ദേശീയ രാഷ്ട്രീയത്തിലെ ഇന്ത്യ കോൺഗ്രസ് അവരുടെ നിലപാട് പ്രഖ്യാപിക്കട്ടെ, അത് ഏറ്റവും നിർണായകമാണ്. ഞാൻ എത്താം. ശ്രീകുമാർ, ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ ഇന്ന് പ്രസംഗിച്ച് കേട്ടില്ല എന്ന് പറഞ്ഞാൽ രാംലല്ലയ്ക്ക് വീടായി, രാജ്യത്ത് 4 കോടി മനുഷ്യർക്കും വീടായി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ രണ്ടിനെയും സമഞ്ജസമായി കൊണ്ടുപോകാൻ നോക്കുന്നു. ഈ രാമക്ഷേത്രം എന്നുള്ളത് BJPക്ക് വളരെ ദീർഘകാലമായുള്ള, നേരത്തെ PR ശിവശങ്കർ പറഞ്ഞ പാലംപൂർ പ്രമേയം മുതൽ ഇങ്ങോട്ടുള്ള അവരുടെ എല്ലാ മാനിഫെസ്റ്റോയിലുമുള്ള ഒരു വലിയ പ്രൊജക്റ്റാണ്. ആ പ്രൊജക്റ്റിൻ്റെ പൂർത്തീകരണം അവർക്ക് സാധ്യമാകുന്നു. അതിനുശേഷം അതിൻ്റെ നാൾവഴികൾ, ഇനി ഇതിന് നാൾവഴികൾ മറന്നുപോയ ഭക്തരെ അവിടേക്ക് നാൾവഴികൾ ഓർമ്മിപ്പിക്കാൻ വളരെ ആസൂത്രിതമായി 2.5 കോടി ആളുകളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുമെന്നാണ് BJP അവിടെ പറയുന്നത്. എൻ ശ്രീകുമാർ, അവിടെ അതിനിടയിൽ ആ വലിയ കുത്തൊഴുക്കിൽ, BJPയുടെ ആ പ്ലാനിങ്ങിൻ്റെ വലിയ കുത്തൊഴുക്കിൽ സോണിയാഗാന്ധിയോ മല്ലികാർജ്ജുൻ ഖാർഗെയോ അല്ലെങ്കിൽ 4 കോൺഗ്രസ് നേതാക്കൾ അവിടെ പോയി നിന്നാൽ എന്ത് നേട്ടമുണ്ടാകുമെന്നാണ് ശ്രീകുമാർ? നേട്ടമുണ്ടാക്കാനാണെങ്കിൽ ശരി, എന്തോ കോൾ പ്രശ്നം തോന്നുന്നു. ശ്രീ PR ശിവശങ്കർ, എന്തായിരുന്നു താങ്കൾ നേരത്തെ പറഞ്ഞത്? ഈ സുപ്രീം കോടതിയിലേക്ക് ASI കൊടുത്ത ഡോക്യുമെൻ്റ് ബഹുമാനപ്പെട്ട എൻ്റെ സഹപാനലിസ്റ്റ് അദ്ദേഹം വായിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. നാസർ ഫൈസി അതൊക്കെ ഒന്ന് വായിച്ചിരുന്നെങ്കിൽ, അപ്പോൾ 18ാം നൂറ്റാണ്ടിലെ ക്ഷേത്ര ഗോപുരത്തിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ കണ്ടു എന്ന് പറഞ്ഞ് വേറെ ആരുമല്ല KK മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഇൻട്രോയിൽ പറഞ്ഞ 2 ലൈൻ മാത്രം ഞാൻ വായിക്കാം. കമ്മ്യൂണിസ്റ്റ് ഇർഫാൻ ഹബീബ്, കമ്മ്യൂണിസ്റ്റുകൾ അവരുടെ ചരിത്രകാരന്മാരും അവരുടെ കഥകളാലും എന്നെ നിരന്തരം വേട്ടയാടിയിട്ടുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി അവർ നിരന്തരം എനിക്കെതിരെ എല്ലാ കാര്യങ്ങളും പറഞ്ഞത് കെട്ടിച്ചമച്ചതാണ്. ഇന്ന് ഞാൻ ന്യായീകരിക്കപ്പെട്ടതായി തോന്നുന്നു. ASI ഹാജരാക്കിയ തെളിവുകളെല്ലാം ശരിയാണെന്ന് എന്നാണ് ശ്രീ ASIയുടെ ASI ഉദ്യോഗസ്ഥൻ അത് പറയേണ്ട ആളല്ലോ. അദ്ദേഹം ASIയുടെ സാങ്കേതികത പറഞ്ഞാൽ മതി, അദ്ദേഹം കണ്ടെത്തൽ പറഞ്ഞാൽ മതി. കമ്മ്യൂണിസ്റ്റ് ഇർഫാൻ ഹബീബിന്റെ കാര്യമൊക്കെ അതിൽ പറയുമ്പോൾ മുഹമ്മദിന് എന്തോ രാഷ്ട്രീയം ഉണ്ടോ? അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് 1900 താങ്കൾ തന്നെ വായിച്ചാലേ ഞാൻ ചൂണ്ടിക്കണ്ടു, ഞാൻ എടുത്ത് ചോദിച്ചാലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 1976 BB ലാലിൻ്റെ ഒപ്പം
അതുകൊണ്ടാണ് പറഞ്ഞ ആ വർഷങ്ങൾ തൊട്ട് തുടങ്ങിയതാണെന്നും എങ്ങനെയാണ് ഈ ചരിത്രം. പിന്നെ അതുമാത്രം നോക്കണ്ട, MGS നാരായണൻ്റെ ജാലകം ഒരു ചരിത്രാന്വേഷണ വഴി കാഴ്ചകൾ എന്നുള്ള അതിൻ്റെ ഒരു 2-3 അധ്യായങ്ങളുണ്ട്. ബാബരി മസ്ജിദ് പ്രശ്നവും ചേരിക്കാരെന്നുള്ള, അതൊന്ന് വായിച്ചു നോക്കൂ. SK പൊറ്റക്കാട്, അദ്ദേഹം BJP കാരനോ, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളുടെ ഒരു പേജ് നമ്പർ 29 ഞാൻ മുഴുവൻ വായിച്ച് ഏൽപ്പിച്ചു തരാം. പിന്നെ സുരുചി പ്രകാശിൻ്റെ ഒരു പുസ്തകമുണ്ട്, രാമജന്മഭൂമിക്ക രക്ത ഇതിഹാസ്. 500 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവിടെ നടന്ന വേട്ടയാടപ്പെടലിൻ്റെ കഥകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയ വലിയ രക്തച്ചൊലിച്ചുകൾ, ഇതെല്ലാം ചരിത്രമാണ്. അല്ലാണ്ട് ഒരു ഭാഗത്ത് മാത്രം 92-ലോ 42-ലോ നടന്ന ചരിത്രത്തിന്റെ ഭാഗം മാത്രം ആലോചിക്കുമ്പോഴാണ് ഇതിനെ ചരിത്രപരമായ അമനീഷ്യ എന്ന് എനിക്ക് പറയേണ്ടി വരുന്നത്. അപ്പോൾ ഇതിനൊക്കെ അതിട്ട് SCയുടെ മുമ്പിൽ ഒരു വിഭാഗം നിരന്തരം വിജയിച്ചു, അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ അത് BJP സർക്കാർ ചെയ്തു എന്നൊക്കെ പറയണത്, അതിനെ ഈ അവതാരകരും നിശബ്ദത കൊണ്ട് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ശ്രമങ്ങളെ ഇത് കേരളത്തിൽ മാത്രം, അല്ലെങ്കിൽ ചില രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിന്താധാര കൊണ്ട് അത് കാലാകാലങ്ങളായി എന്തായാലും ഇത് നമുക്കിനിയും ഇരിക്കേണ്ടി വരും. വീണ്ടും നമ്മൾ പഴയ ചരിത്രങ്ങളിലേക്ക് വീണ്ടും പോകേണ്ടി വരും. കാര്യം അത് വീണ്ടും ദേശീയ രാഷ്ട്രീയത്തിലേക്ക് എത്തുകയാണ്. വീണ്ടും അയോധ്യ ദേശീയ രാഷ്ട്രീയത്തിന്റെ സെൻട്രൽ സ്റ്റേജിൽ നിൽക്കുകയാണ്. നമുക്ക് എന്തായാലും ഇനിയും ഇരിക്കേണ്ടി വരും. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.